നമസ്തേ. പുത്തമ്പുരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരുപിടി വാർത്തകൾ കേരളത്തെ നടുക്കിയ, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുപിടി വാർത്തകളുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ADGPയെ മാറ്റിയില്ല, സ്ഥാനചലനമില്ല, അതേപടി തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. പി ശശി യെസ്. അപ്പോൾ ഒന്ന് തൊട്ടാൽ ഒന്നിനെ കൂടി മാറ്റേണ്ടി വരുമെന്ന ആശങ്ക ഉണ്ടാകാം, അതായിരിക്കും സ്വാഭാവികം. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയിലെത്തുന്നുണ്ട്, സുപ്രീം കോടതിയിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ. MR അജിത് കുമാറിനും പി ശശിക്കും കുടപിടിച്ച് മുഖ്യമന്ത്രി. ADGPക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സ്ഥാനചലനമില്ല. DGPയുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘം അന്വേഷിക്കും. കണ്ണിൽ പൊടിയിടാൻ സുജിത് ദാസിനെ മാറ്റി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ CBI അന്വേഷണം വേണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. സിനിമാ മേഖലയിലെ അതിക്രമ കേസുകൾ കൈമാറണമെന്ന ആവശ്യം. കുറ്റവാളികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആക്ഷേപം. ലൈംഗിക ആരോപണ കേസിൽ ജാമ്യം തേടി മുകേഷ്. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. NCPയിലെ മന്ത്രിസ്ഥാനം വീതം വയ്ക്കൽ ഉടനുണ്ടാകുമെന്ന് സൂചന. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തം. MLA സ്ഥാനം രാജിവെക്കുമെന്ന ഭീഷണിയുമായി AK ശശീന്ദ്രൻ. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിന് നാടകീയ ജയം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ തോൽപ്പിച്ചത് മഴ നിയമപ്രകാരം 1 റൺസിന്. ഉടമയായി കളി കാണുമ്പോൾ സിനിമയുടെ ത്രില്ലെന്ന പ്രിയദർശൻ. അതിയായ സന്തോഷമെന്ന് കീർത്തി സുരേഷ്. ജനം എക്സ്ക്ലൂസീവ്. ഒരു ഓഡിയൻസ് ആയിട്ട് ഇന്നൊരു ടീമിൻ്റെ ഓണർ എന്നുള്ള നിലയിൽ കാണുമ്പം അതൊരു വേറൊരു സന്തോഷം തന്നെയാണ്. ആൻഡ് മാത്രമല്ല, പ്രിയനങ്കളായിട്ടാണ് ഒരു 10-11 വർഷം മുമ്പ് സിനിമയിൽ തുടങ്ങിയത്. നേരെ ഒരു 10-11 വർഷം കഴിയുമ്പം ഞങ്ങൾ ക്രിക്കറ്റിൽ ഒന്നിക്കുകയാണ്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വാർത്തകളിലേക്ക് വിശദമായി പോകാം എന്ന് തോന്നുന്നു. ആദ്യം കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന, സജീവമായി നിൽക്കുന്ന ഒരു വിഷയമാണ് ADGP MR അജിത് കുമാറിനും പി ശശിക്കും സ്ഥാനചലനമില്ല എന്നത്. അജിത് കുമാറിൻ്റെ സ്ഥാനമാറ്റം ഒഴിവാക്കിയത് മുഖ്യമന്ത്രി നേരിട്ടാണ്. അതേസമയം ADGP അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണം DGP അന്വേഷിക്കും. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ മുഖ്യമന്ത്രി നിയോഗിച്ചു. വിവരങ്ങളുമായി ശാലിനി എസ് ഒപ്പം ചേരുന്നു. ശാലിനി, എന്നിട്ടും തിരിച്ചറിയുന്നില്ലെന്നോ മുഖ്യമന്ത്രി? കൃഷ്ണരാജ് അത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അടക്കം ഉയർന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ, വിവാദങ്ങൾ, വിമർശനങ്ങൾ അത് നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ അത് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൂടി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഈ MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം ആരായിരിക്കും ഈ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. സ്വാഭാവികമായും അതിനു മുകളിൽ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ, DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ചട്ടവും നിയമവും ഒക്കെ. പക്ഷേ അവസാനമായി ഇന്നലെ രാത്രി വൈകിയാണ് ഔദ്യോഗികമായ ഒരു തീരുമാനം തിരുവനന്തപുരത്ത് തിരുവയെ മടങ്ങിയെത്തിയ ശേഷം മുഖ്യമന്ത്രി എടുക്കുന്നത്. അത് DGP തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഔദ്യോഗികമായി എടുത്തിരിക്കുന്ന തീരുമാനം. DGPക്കൊപ്പം തന്നെ 5 അംഗ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഈ ADGPക്ക് എതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ IG സ്പർജൻ കുമാർ വരുന്നുണ്ട്, DIG തോംസൺ ജോസ് വരുന്നുണ്ട്, SP-മാരായ S മധുസൂദനൻ, A ഷാനവാസ് എന്നിവരുടെ അടങ്ങുന്ന 5 അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. നിലമ്പൂർ MLA PV അൻവർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസവും ADGPക്കെതിരെ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ചില
കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ സഹായിയായി എം.ആർ. അജിത് കുമാർ നിലകൊള്ളുകയാണ്. പല കേസുകളും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് തിരുവനന്തപുരം കവടിയാറിനടുത്ത് തന്നെ അത്യാഡംബര സൗകര്യത്തോടു കൂടിയുള്ള വീട് പണിയാനുള്ള നടപടികൾ എം.ആർ. അജിത് കുമാർ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 7000-ഓളം സ്ക്വയർ ഫീറ്റിൽ ആ വീട് നിർമ്മാണം കവടിയാറിലെ രണ്ടാമത്തെ കൊട്ടാരം അല്ലേ? തീർച്ചയായും കൃഷ്ണപ്രസാദ്, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രണ്ടാമത്തെ ഒരു കൊട്ടാരത്തിന്റെ മാതൃകയിൽ തന്നെയാണ് ആ ഒരു അത്യാഡംബര വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ജനം TV അടക്കം ദൃശ്യങ്ങൾ പുറത്തുവിട്ടതുമാണ്. 3 നിലയിലുള്ള അത്യാഡംബര വീടാണ് നിർമ്മിക്കുന്നത്. ഏകദേശം 10.5 സെന്റ് വസ്തുവാണ് അവിടെ കവടിയാർ ഗോൾഫ് ലിങ്കിന് സമീപമായി അദ്ദേഹം വാങ്ങിയിരുന്നത്. ആ വാങ്ങിയത് തന്നെ ഒരു സെന്റിന് ഏകദേശം 70 ലക്ഷം രൂപ നൽകിയാണ് ആ ഒരു ഏരിയയിൽ വസ്തു വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏകദേശം അതിന് ഇരട്ടി നൽകിയാണ് ആ വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അണ്ടർഗ്രൗണ്ട് ഉൾപ്പെടെ ഏകദേശം 3 നിലകളിലായിട്ടാണ് ആ വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ്? ഇത്തരത്തിലുള്ള വഴിവിട്ട ഇടപാടുകളിലൂടെയാണ് എം.ആർ. അജിത് കുമാർ ഇത്തരത്തിൽ ധനസമ്പാദനം നടത്തിയിട്ടുള്ളത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഭരണപക്ഷ MLA തന്നെയായിട്ടുള്ള PV അൻവർ നടത്തിയിട്ടുള്ളത്. അതൊരു പാർട്ടി വേദികളിലോ പൊതുപരിപാടികളിലോ അല്ല അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഘട്ടത്തിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പിനെ അത് വലിയ രീതിയിൽ കൊഴിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചില ഇടപെടലുകൾ നടത്തുന്നു. അവിടെയുള്ള ചില ഉദ്യോഗസ്ഥർ ഗുരുതരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ട്. സ്വാഭാവികമായി ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സംഘത്തെ ഔദ്യോഗികമായി സർക്കാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ഗൗരവകരമായ കാര്യങ്ങൾ തന്നെയാണ് PV അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പൊതുവേദിയിൽ വെച്ച് തന്നെ അന്വേഷണമൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നു. ഇന്നലെ പകൽ മുഴുവൻ ചർച്ചയായിരുന്നതും ഈ മാറ്റും ADGP എം.ആർ. അജിത് കുമാറിനെ മാറ്റും എന്നുള്ള കാര്യങ്ങൾ തന്നെ. പിന്നെ രാത്രി ഇതെങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? അപ്പോഴും നമ്മൾ ചിന്തിക്കണം. പ്രതിസ്ഥാനത്ത് മറ്റൊരാൾ കൂടെ ഉണ്ട്, P. ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറി. ശാലി, ഒരു കാര്യം കൂടെ ചേർത്ത് ചോദിച്ചോട്ടെ. ഈ മുഖ്യമന്ത്രിയും DGPയും തമ്മിൽ ഇന്നലെ കുറച്ചധിക നേരം ചർച്ച നടത്തിയിരുന്നല്ലോ. അപ്പോൾ രണ്ടഭിപ്രായമുണ്ടായോ? കൃഷ്ണരാജ്, അതിൽ ഔദ്യോഗികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് തിരുവനന്തപുരത്ത് തിരികെ എത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയും DGPയും തമ്മിൽ ചില സംഭാഷണങ്ങൾ നടത്തിയിരുന്നു, കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അവിടെയാണ് ചില മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ കോട്ടയത്തായിരുന്നു ഈ വാർത്ത രാവിലെ മണിക്കൂറുകളിൽ കേന്ദ്രീകരിച്ച് നിന്നത്. അതിൽ വേദിയിലിരുത്തി DGPയും ഒപ്പം തന്നെ എം.ആർ. അജിത് കുമാർ അടക്കമുള്ള വേദിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ആ അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ എം.ആർ. അജിത് കുമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിലെ ചില താൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അടക്കം ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പ്രസംഗമൊക്കെ അദ്ദേഹം കോട്ടയത്ത് നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ അന്വേഷണം നടക്കുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ. പക്ഷെ പിന്നീട് തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള കാര്യമില്ല, സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു അന്വേഷണ സംഘം അന്വേഷണത്തെ നടത്താം, അല്ലെങ്കിൽ അന്വേഷണം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അവിടെയാണ് ചില ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നിലകൊള്ളുന്നത്. കാരണം ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹത്തിനെ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ സൂചിപ്പിച്ചുവെന്നും കേൾക്കുന്നു. അതായത് ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നത് നിഷ്പക്ഷമായ സമീപനമല്ല എന്ന് DGP തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൃഷ്ണരാജ്, അത്തരത്തിൽ തന്നെയാണ്. കാരണം ഒരു ഭാവിയിൽ ഒരു DGP ഒക്കെ ആകാനുള്ള റാങ്കിലേക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ADGP എം.ആർ. അജിത് കുമാർ. സ്വാഭാവികമായും അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരു അന്വേഷണമാണ് അത് നടത്തുന്നത്. അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായ ചില ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ സംഘത്തിലുമുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം DGP ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്യേണ്ട പല ഉദ്യോഗസ്ഥരുമാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം അന്വേഷിക്കാൻ പോകുന്നത്. അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ആശങ്കകൾ, ആരോപണങ്ങൾ ഒക്കെ തന്നെ ഈ നിമിഷം തന്നെ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തിക്കൊണ്ടും ഒപ്പം P. ശശിയെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടുമാണ് ഈ അന്വേഷണം നടക്കുന്നത്. അത് എത്രത്തോളം കാര്യക്ഷമമാകും എന്നുള്ളൊരു ആശങ്ക പ്രതിപക്ഷം അടക്കം ഉയർത്തുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇവരെ രണ്ടുപേരെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടായിരിക്കും ഈ അന്വേഷണം അടക്കം നടക്കുമെന്നുള്ളതായിരുന്നു ഇന്നലെ രാവിലെ വന്ന വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി കാര്യങ്ങൾ മാറി മറിയുന്നു. DGPയുമായിട്ടുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നടത്തുന്നു. ഇതിനൊക്കെ
ശേഷമാണ് ഇതിലൊരു കാര്യമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാര്യമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾക്കപ്പുറമായി ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും സ്ഥാനത്ത് തുടരുമ്പോൾ എത്രത്തോളം ശക്തനാണ് ADGP MR അജിത് കുമാർ എന്നുള്ളത് നമുക്കറിയാം. കാരണം പല ഘട്ടങ്ങളിലും അദ്ദേഹം ഒരു ആക്ടിംഗ് DGP ആയി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിമർശനം അത് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെയുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ പവറുള്ള ഒരു വ്യക്തിക്കെതിരായ അന്വേഷണം, അത്തരത്തിലുള്ള പവറുള്ള ഒരു വ്യക്തി സ്ഥാനത്ത് തുടരുമ്പോൾ തന്നെ നടക്കുമ്പോൾ സൂപ്പർ മുഖ്യമന്ത്രി, അതായത് ഈ MR അജിത് കുമാറിനെ തൊട്ടാൽ P ശശിയെ കൂടി മാറ്റിയിരുത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ട്. അതാണ് ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒതുക്കി തീർക്കുക. ശാലിനി, ഈ വിശ്വസ്തരെ പോലും തിരിച്ചറിയാൻ പറ്റാത്തത്ര വിധം പ്രശ്നമുണ്ടോ ഈ ആഭ്യന്തര വകുപ്പിനുള്ളിൽ? ഇവിടെ ഒരു ഇൻ്റലിജൻസ് സംവിധാനമില്ലേ? ഈ ADGP ഒക്കെ ഏതു വഴിക്കാണ് പോകുന്നത്, ഏതു വഴിക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്, കൈകാര്യം ചെയ്യുന്നതൊക്കെ തിരിച്ചറിയാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്ന ഒരു ദുരവസ്ഥയുണ്ടല്ലോ. കൃഷ്ണരാജ്, അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 8 വർഷമായി തുടർച്ചയായ 2 പിണറായി സർക്കാരിന്റെ കാലത്തും അത് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വകുപ്പിനകത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ, ഒപ്പം തന്നെ ചില ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കണ്ടെത്താനോ അതിൽ നടപടി സ്വീകരിക്കാനോ ഒന്നും തന്നെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ മുൻപ് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ചില അറിഞ്ഞ കാര്യങ്ങളാണ്. നിലവിലെ DGP ഷെയ്ഖ് ദർവൈസ് സാഹിബും ഒപ്പം തന്നെ നിലവിലെ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വാക്പോരുകളും ഒക്കെ തന്നെ നടക്കാറുണ്ട്. ഈ വാക്പോരുകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് സേനയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ചർച്ചകളുമൊക്കെയായി ആഭ്യന്തര വകുപ്പ് നീങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം PV അൻവർ MLA ഭാഗത്ത് നിന്ന് വരുന്നു. അത് ശരിവെക്കുന്ന കുറച്ച് ഇടപെടലുകൾ പത്തനംതിട്ട SP ഭാഗത്ത് നിന്ന് വരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ ചർച്ച മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ തീരുമാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുഖം രക്ഷിക്കാൻ ഒരു നീക്കം സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്, ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇന്നലത്തെ ഈ അന്വേഷണ സംഘത്തെയും അന്വേഷണ പ്രഖ്യാപനവും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ ക്രമസമാധാനം നോക്കേണ്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായും സ്വീകരിക്കേണ്ട നടപടി 24 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം, അതും കർശനമായ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിർത്തിക്കൊണ്ട് തന്നെ, ക്രമസമാധാന ചുമതലയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ മറ്റ് ചില ഉദ്യോഗസ്ഥരും DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ അവിശ്വാസത്തിന്റെ മാത്രമല്ല വിശ്വാസത്തിന്റെ പ്രശ്നം കൂടി ഉണ്ടല്ലോ. കാരണം ഒരു MLA ആണ് ആരോപണവുമായി രംഗത്ത് വന്നത് എന്നോർക്കണം. ഭരണപക്ഷ MLA, ഞാൻ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ തണലിൽ തന്നെ ആകും, ഇടതുപക്ഷ കൊടിയുടെ തണലിൽ തന്നെ ആകുമെന്ന് പറയുന്ന ഒരു MLA വന്ന് പറയുന്നു ഒരു വലിയ ആരോപണം. എന്നിട്ടും വിശ്വാസം അജിത് കുമാറിനെയാണെന്നാണോ? അല്ലാത്ത പക്ഷം ഇനി ഇതിനൊരു മറുവശമുണ്ടല്ലോ. തെറ്റായ ആരോപണം ഉന്നയിച്ചതിന് പോലീസിനെ, മുഖ്യമന്ത്രിയെ, ആഭ്യന്തര വകുപ്പിനെ, സർക്കാരിനെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തിയതിന് അൻവറിനെതിരെയെങ്കിലും എന്തെങ്കിലും നടപടി വേണ്ടേ? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പാർട്ടിയുടെ മീറ്റിംഗിലോ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളിലോ ഒന്നുമല്ല നിലമ്പൂർ MLA, അതും ഭരണപക്ഷ MLA ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നടത്തിയത്. ഇന്നലെയും അദ്ദേഹം ചില ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തെളിവുകൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് തിരുവനന്തപുരത്തെ കവടിയാറുള്ള ഈ വീടിന്റെ കാര്യം അടക്കം അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ അത് ഖണ്ഡിക്കുകയാണെങ്കിൽ കൃത്യമായി നടപടികൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് ഖണ്ഡിക്കാനോ അതിനെ തള്ളാനോ കൊള്ളാനോ ഇതുവരെ ADGP MR അജിത് കുമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇന്നലെ കോട്ടയത്ത് പോലും കാര്യമായ രീതിയിൽ പ്രതികരണം നടത്താതെയാണ് അദ്ദേഹം തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അത്തരത്തിൽ ഭരണപക്ഷ MLA തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഭരണപക്ഷത്തെ തന്നെ ഒരു വിശ്വസ്തനായ ഉദ്യോഗസ്ഥരെതിരെ നടത്തുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള കാര്യമായി തന്നെ പ്രതിപക്ഷം അടക്കം കാണുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് BJP
സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതിഗുരുതരമായി തന്നെയാണ് ഈ ഒരു സംഭവത്തെ വിമർശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രതിപക്ഷമടക്കം പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ ചില ഉദ്യോഗസ്ഥരുടെ കൈകളിലാണ്, ഉദ്യോഗസ്ഥരാണ് ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെ എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം ഒരു ഭരണപക്ഷ MLA-യുടെ ഭാഗത്തു കൂടി വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിരോധം പാർട്ടി ഇതൊന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയില്ല. കാരണം ഈ നവകേരള സദസ്സിനിടയിൽ കണ്ട അക്രമങ്ങൾ, പോലീസ് നടത്തിയ അക്രമങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനമെന്ന് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ആളാണ് മുഖ്യമന്ത്രി. രജനി, അത് തന്നെയാണ്. കാരണം ഒന്നിലധികം സംഭവങ്ങൾ എം ആർ അജിത് കുമാറായി നേരിട്ട് അദ്ദേഹം ADGP ആയിട്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ വരുത്തി വെച്ചിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. അതിൽ പാർട്ടിക്ക് ഉള്ളിലും ഒപ്പം തന്നെ ഭരണപക്ഷത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുമ്പോൾ തന്നെ നവകേരള സദസ്സിൽ ഉണ്ടായിട്ടുള്ള ചില മുഖ്യമന്ത്രിക്കെതിരെ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന രീതി. നിലമ്പൂർ കേസ് ആയിക്കോട്ടെ, സോളാർ കേസിലെ പരാതിക്കാരിയുടെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആ കേസിലടക്കം ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGP വലിയ രീതിയിൽ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വഴിവിട്ട് ഇടപെടലുകൾ നടത്തി കള്ളക്കടത്തുകാരെയും കൊള്ളക്കടത്തുകാരെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന നിലപാട് എം ആർ അജിത് കുമാർ സ്വീകരിക്കുന്നു. ചില കൊലപാതകങ്ങളിലടക്കം അദ്ദേഹത്തിന്റെ ചില വഴിവിട്ട രീതിയിലുള്ള ഇടപെടലുകളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ഭരണപക്ഷ MLA പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കാര്യക്ഷമമായ ഒരു അന്വേഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. പക്ഷേ ഈ അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച വകുപ്പ് തല അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൊട്ടു പിന്നാലെ വകുപ്പ് തല നടപടി അടക്കമാണ്. ഇതൊന്നും ഉണ്ടാകാതെ പേരിൽ ഒരു അന്വേഷണം നടത്തി പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഒപ്പം തന്നെ ADGP-യും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. മുഖ്യമന്ത്രിയും അത്തരത്തിലുള്ള ഇടപെടലുകൾ തന്നെയാണ് നടത്തുന്നത്. എന്നാലും അതിൽ പ്രതിപക്ഷം ഇനി ഉന്നയിക്കാൻ പോകുന്ന ആരോപണങ്ങളും വിമർശനങ്ങളും അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ വരും മണിക്കൂറുകളിൽ കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ PV അൻവർ പുറത്തു വിടുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കും. ഏത് രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് പോകും എന്നുള്ളത് PV അൻവറിന്റെ പ്രതികരണങ്ങൾ കൂടി കണ്ടു വന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ശരി, ഒരു കാര്യം കൂടി, ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഒരുപാട് രഹസ്യങ്ങൾ അറിയുന്ന ആളാണ് എം ആർ അജിത് കുമാർ, അതുകൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കി കളയാൻ പറ്റില്ല എന്ന് വരുന്ന കമന്റുകളുണ്ട്. ശാലിനി, ഈ അൻവറിന്റെ അടുത്ത നീക്കം എന്താകും എന്നൊരു ചോദ്യമുണ്ടല്ലോ. കൃഷ്ണരാജ്, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിലും സംസാരം നടത്തുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ വീടിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഫോൺ രേഖകളാണെങ്കിലും അത്തരത്തിലൊക്കെ കൃത്യമായി തെളിവുകൾ പുറത്തുവിടുമ്പോൾ ആ തെളിവുകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഇനിയും അദ്ദേഹത്തിന്റെ കയ്യിൽ ചില ബോംബുകളുണ്ട്, അത് പൊട്ടിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എം ആർ അജിത് കുമാറിനെതിരെ ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട് PV അൻവർ MLA-ക്ക് എന്നുള്ളതാണ്. ആ PV അൻവർ MLA പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അത് ഏത് തലത്തിലേക്ക് പോകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കമന്റുകളിൽ നിന്ന് പോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ, മുഖ്യമന്ത്രിയുടെ ചില നീക്കങ്ങൾ, നടപടികൾ, ഇതിനൊക്കെ പറ്റി വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥരാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ADGP എം ആർ അജിത് കുമാർ. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിട്ട് പിന്നീട് എത്തുക മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുമായിരിക്കും. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ അവിടെയും ഔദ്യോഗികമായി നടക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതിന്റെ നീക്കമൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം എന്നുള്ളതിൽ സംശയമില്ല. മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എം ആർ അജിത് കുമാറിനെതിരെ സ്വീകരിക്കുകയാണെങ്കിൽ എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ അത് മുഖ്യമന്ത്രിക്ക് താങ്ങാനാകുമോ എന്നുള്ളതും ഒരു ആശങ്കയായി, ആശയക്കുഴപ്പമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ അന്വേഷണം ഇത്തരത്തിലൊക്കെ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും PV അൻവറിന്റെ തുടർ നീക്കങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹം വെളിപ്പെടുത്താൻ പോകുന്നത്, അങ്ങനെയെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്. കാരണം ഈ വീടിന്റെ സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണമെന്നുള്ള കാര്യം കൂടി PV അൻവർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്രയധികം രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഇത്രയധികം പണം കൊടുത്ത് അവിടെ ഒരു വീട് പണിയുക, അതിന് വസ്തു വാങ്ങുക, അതിനുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ്. അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നില്ല എങ്കിൽ അതിന് ഏത് തരത്തിൽ PV അൻവർ നേരിടും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ശരി ശാലിനി, ഈ പ്രകാശൻ വേലുക്കുട്ടി എന്ന പ്രേക്ഷകനാണ് കഴിഞ്ഞ കുറേ നേരമായി ഇക്കാര്യം ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞത് മനസ്സിലായില്ലേ,
എന്നെ തൊട്ടാൽ ഞാൻ മന്ത്രിസഭയെയും കൊണ്ടേ പോകൂ എന്ന്. അതായത് അതുതന്നെയായിരുന്നു, അങ്ങനെ ഒരു സംശയത്തെ ആസ്പദമാക്കി തന്നെയായിരുന്നു ഞങ്ങളുടെ ചോദ്യങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ വരട്ടെ എന്ന്, പുറത്തു വരട്ടെ എന്ന്. അപ്പോൾ ഒരു കമന്റ് ഉണ്ട്, മുരളീധരൻ പിയുടെ തീവ്രത പരിശോധന വിദഗ്ധർ ബാലനും ശ്രീമതിയും ഒക്കെ ഇപ്പോഴും ഉണ്ട് പാർട്ടിയിൽ. ഏതായാലും പൊതുവെ ഉയരുന്ന ചോദ്യങ്ങൾ അതാണ്. എന്തുകൊണ്ട് ഭരണപക്ഷ MLA തന്നെ ഒരു വലിയ ആരോപണം, ഈ സമീപകാലത്ത് കേട്ട, രാഷ്ട്രീയത്തിൽ കേട്ട ഏറ്റവും വലിയൊരു ആരോപണം, അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചൂണ്ടി, മുഖ്യമന്ത്രിയോട് ചേർന്ന് നിൽക്കുന്ന ADGPയെ ചൂണ്ടി, മുഖ്യമന്ത്രിയെ തന്നെ ചൂണ്ടി, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ചൂണ്ടി ചോദിക്കുമ്പോൾ, അത് ആവർത്തി ചോദിക്കുമ്പോൾ, പിന്മാറാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ, ഇനിയും തെളിവുകൾ പുറത്തുവിടും എന്ന് ആവർത്തിക്കുമ്പോൾ, എന്നിട്ടും സംഭവിക്കുന്നത് ഇതൊക്കെയാണ് എന്നോർക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ പോക്ക് എങ്ങോട്ട്, ഭരണം, സർക്കാർ, മുഖ്യമന്ത്രി, ആഭ്യന്തര മന്ത്രാലയമൊക്കെ ഏത് വഴിക്ക് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി നമ്മൾ പോകുന്നത് ഇതേ ഒരു കാര്യത്തിൽ തന്നെയാണ്. മറ്റൊരു വശം, അതായത് കണ്ണിൽ പൊടിയിടൽ. അതിലേക്ക് വിവാദ ഫോൺ വിളിയിൽ പത്തനംതിട്ട SP സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രം, പകരം പദവി നൽകിയില്ല. DGPക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം, സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഒഴിവാക്കി. BG വിനോദ് കുമാർ പത്തനംതിട്ട പുതിയ SP ആകും. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, സുജിത് ദാസിന് ചെറിയൊരു തല്ല്, പക്ഷേ അത് ആളെ കാണിക്കാനാണ്, ഒരു വശത്ത് ഞങ്ങൾ നടപടി എടുക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കാനാണ്, അല്ലേ? കൃഷ്ണരാജ്, അതിൽ ഏറ്റവും ശ്രദ്ധേയം, നമ്മൾ മുമ്പ് പറഞ്ഞ വാർത്തയുടെ ഒരു തുടർച്ച കൂടിയാണ് ഇത് ഉള്ളത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ കർശനമായ നടപടിയെടുത്താൽ സ്വാഭാവികമായും ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് തുടർ ചലനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന മറ്റ് രണ്ടുപേരുണ്ട്. അതായത് ADGP MR അജിത് കുമാർ, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. ഇവരെ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന നിലപാട് ആണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സുജിത് ദാസിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുത്താൽ ഈ മറ്റ് രണ്ടുപേരെ സംരക്ഷിക്കുന്ന നിലപാട് പുറത്തു വരികയും അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്കും മറ്റു പൊട്ടിത്തെറികളിലേക്കും കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ സ്ഥലമാറ്റം, സസ്പെൻഷൻ എന്ന് പറഞ്ഞ ആ ഒരു സുജിത് ദാസിനെതിരായിട്ടുള്ള നടപടി, പത്തനംതിട്ട SP-ക്കെതിരായിട്ടുള്ള നടപടി വെറും ഒരു സ്ഥലമാറ്റത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടത്, വിലയിരുത്തേണ്ടത്. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യവും അത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ VG വിനോദിനെയാണ് പത്തനംതിട്ട SP ആയിട്ട് നിയമിച്ചുകൊണ്ട് സർക്കാർ ഔദ്യോഗികമായി ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരം സംസ്ഥാനത്തെ DGPയുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി SP ആയിട്ടുള്ള, പത്തനംതിട്ടയിലെ മുൻ SP ആയിട്ടുള്ള സുജിത് ദാസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങി എത്തിയതിനു ശേഷം ഒരുപക്ഷെ ഏത് തരത്തിലുള്ള ഏതെങ്കിലും അന്വേഷണമോ അതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുകയുമാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ ഒരു റിപ്പോർട്ട് നൽകിയത്. ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മലപ്പുറത്തെ പോലീസ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന മരമുറി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില ഇടപെടലുകൾ അത് കാര്യമായി തന്നെ സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി. പ്രത്യേകിച്ച് ഈ പരാതി അടക്കം ഒത്തുതീർപ്പ് ആക്കാൻ വേണ്ടി നിലമ്പൂർ MLA PV അൻവറുമായി ബന്ധപ്പെട്ട് ഫോണിൽ ബന്ധപ്പെട്ട് അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കും ആ ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നൊരു സാഹചര്യം. തൊട്ടു പിന്നാലെ തന്നെ സീനിയർ ഉദ്യോഗസ്ഥർക്കെതിരെയും മറ്റ് കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയിട്ടുള്ള ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഇത് രണ്ടും സേനയ്ക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കർശന നടപടി വേണം എന്നുള്ളതായിരുന്നു അജിത ബീഗത്തിന്റെ റിപ്പോർട്ട്. അജിത ബീഗം ഇന്നലെ രാവിലെയോട് കൂടി ആ റിപ്പോർട്ട് DGPക്ക് കൈമാറുന്നു. DGP അത് അതേ രീതിയിൽ തന്നെ ശുപാർശകളോടെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആഭ്യന്തര വകുപ്പ് ആ നടപടികൾ വെറും ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ സ്ഥലം ആർക്കെതിരെയും ഒരു നടപടിയുമില്ല. പൊതുവേദിയിൽ വെച്ച് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഏത് ഉന്നതനായിരുന്നാലും നടപടി എടുക്കും, അതിലൊരു മാറ്റവും ഇല്ലെന്ന്. ഒരു മാസം സമയം കൊടുത്തിട്ടുണ്ട് DGPക്ക്. അതായത് ഇത് എങ്ങനെയെങ്കിലും അങ്ങ് അലിയിച്ച് കളയണം. അങ്ങനെ തന്നെയല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലും, സുജിത് ദാസിന്റെ വിഷയത്തിലും? രജനി, കൃഷ്ണരാജ്, അത് തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഒരിടത്ത് പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പോലീസിൽ ഒരു പുഴുക്കത്തിനെയും നമ്മൾ, അല്ലെങ്കിൽ പോലീസ് സേനയിലുള്ള ഒരു പുഴുക്കത്തുകളെ നമ്മൾ തുടരാൻ അനുവദിക്കില്ല, ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി രാവിലെ 11 മണിയോടുകൂടി വാതോരാതെ കോട്ടയത്ത് പ്രഖ്യാപനം നടത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. പക്ഷേ അവിടെ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ നിലപാടുകൾ മാറുന്നു, നടപടികൾ മാറുന്നു. സസ്പെൻഷൻ വെറും സ്ഥലമാറ്റത്തിലേക്ക് ഒതുങ്ങുന്നു. അത് DGPയുടെ അരികിലേക്ക് എത്താൻ പറയുന്നു. തൊട്ടു പിന്നാലെ ഒരു മാസത്തിനകത്ത് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ
നൽകാനടക്കം മറ്റൊരു അന്വേഷണം ഒരു ഭാഗത്ത് സമാന്തരമായി നടക്കുന്നു. ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് സുജിത് ദാസിനെതിരെ മലപ്പുറം ഈ സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം തുടരുകയാണ്. അത് മലപ്പുറം റേഞ്ച് DIG ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റേഞ്ച് DIGയുടെ നേതൃത്വത്തിലാണ് തൃശൂർ റേഞ്ച് ഇതേ വാർത്തകളിലേക്ക് തന്നെ നമുക്ക് വരും മണിക്കൂറുകളിലും വരണം. ശാലിനി നിൽക്കണം. അൻവറിന്റെ നീക്കം എന്തെന്ന് നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നിലമ്പൂർ MLA PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ പ്രതിരോധത്തിലായി ആഭ്യന്തര വകുപ്പും സർക്കാരും. മുഖം രക്ഷിക്കാനുള്ള നീക്കം സർക്കാർ തുടങ്ങിയെങ്കിലും ഭരണപക്ഷ MLAയുടെ വിമർശനം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, ഈ അൻവർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എങ്ങാനും ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു കോംപ്രമൈസ്, അതും പ്രേക്ഷകർ പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടായി പിന്മാറുന്നുവെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ വെളിപ്പെടുത്തി കഴിഞ്ഞത് നിലവിലുണ്ടല്ലോ രാഷ്ട്രീയ ഉപരിതലത്തിൽ. അപ്പോൾ കൃത്യമായി പ്രതിപക്ഷത്തില്ല, മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വെളിപ്പെടുത്താനില്ല. അപ്പോൾ ഒരു ശരിക്കും ഒരു പിന്നോട്ട് പോക്കാണോ അത്? ഇത് പ്രതിപക്ഷം ഒരു വലിയ ആരോപണം ഇങ്ങനെ രാഷ്ട്രീയ ഉപരിതലത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായിട്ട് പോലും യാതൊരു തരത്തിലുള്ള, നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും അത്തരത്തിലുള്ള നടപടിയിലേക്കൊന്നും തന്നെ കടക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പശ്ചാത്തലത്തിൽ വലിയൊരു രീതിയിലുള്ള വിമർശനം തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും മുമ്പ് തന്നെ ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് മുഖ്യമന്ത്രിയെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരത്തിൽ പോലീസ് സേനയിലെ ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് എന്നുള്ള ഒരു വിമർശനം പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് PV അൻവറിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതോടൊപ്പം തന്നെ ശബ്ദരേഖകൾ അടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് PV അൻവർ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം സംസാരിച്ചതനുസരിച്ച് ഇനി പുതിയ വെളിപ്പെടുത്തലുകളൊന്നും തന്നെ തന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട, നേരിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്ന നിലപാടിൽ തന്നെയായിരുന്നു PV അൻവർ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുണ്ട്, തുറന്ന പറച്ചിലുകൾക്ക് സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്ന് ഈ ഭരണത്തിനിടയിലുള്ള ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ എടുത്തു നീക്കുന്നതിലൂടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ശ്രമിക്കുന്നത് എന്നൊരു വിമർശനം തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല KT ജലീലിന്റെ ഒരു വെളിപ്പെടുത്തലൊക്കെ തന്നെയും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇനി താൻ രാഷ്ട്രീയത്തിൽ മത്സരിക്കുവാനില്ല എന്നൊരു കാര്യം തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ തന്നെയും വെളിപ്പെടുത്തി. ഇതിലൂടെയൊക്കെ തന്നെയും മനസ്സിലാകുന്നത് വലിയൊരു രീതിയിൽ ഉള്ള ആരോപണം തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് വിവിധ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ട ആഭ്യന്തര വകുപ്പിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ ശബ്ദ സന്ദേശങ്ങൾ വരെ ചോർത്താൻ ശ്രമിക്കുന്നു എന്നതൊക്കെ തന്നെയും വലിയൊരു ആരോപണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ആരോപണങ്ങൾ കൂടുമ്പോഴും പിടിച്ചു തൂങ്ങുക തന്നെയാണ് അധികാരത്തിൽ. ഒരു കമന്റ് കൂടി വായിക്കാം. വിഷ്ണുപ്രിയയുടേതാണ്. KT ജലീൽ, PV അൻവർ, കാരാട്ട് റസാഖ് ഇവർ കമ്മ്യൂണിസ്റ്റുകാരല്ല, ഈ വിഭാഗം പാർട്ടിയെ വിഴുങ്ങും, ജാഗ്രത. അതുതന്നെയാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് ദിസ്ന പറഞ്ഞു വന്നത്. നമസ്തേ, റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. ADGP MR അജിത് കുമാറിനും P ശശിക്കും സ്ഥാനചലനമില്ല. അജിത് കുമാറിന്റെ സ്ഥാനമാറ്റം ഒഴിവാക്കിയത് മുഖ്യമന്ത്രി. ADGP അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണം DGP അന്വേഷിക്കും. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് മുഖ്യമന്ത്രി. വിവാദ ഫോൺ വിളിയിൽ പത്തനംതിട്ട SP സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രം, പകരം പദവി നൽകിയില്ല. DGPക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം. സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഒഴിവാക്കി. VG വിനോദ് കുമാർ പുതിയ പത്തനംതിട്ട SP. മുഖ്യമന്ത്രി പിണറായി വിജയനും P ശശിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ലൈംഗികാരോപണത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ P ശശിയെ സംരക്ഷിച്ചത് പിണറായി വിജയനാണെന്നും BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. P ശശി കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനിരിക്കുന്നതിനിടയിലാണ് പുതിയ വിവാദങ്ങൾ.
ലൈംഗിക പീഡന കേസിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. മുകേഷിനൊപ്പം മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളും കോടതി പരിഗണിക്കുന്നുണ്ട്. മുകേഷിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സിനിമാ മേഖലയിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകൾ CBIക്ക് കൈമാറണമെന്നാണ് ആവശ്യം. തന്ത്രപരമായ കുറ്റവാളികളെ രക്ഷിക്കുന്ന തരത്തിലാണ് പോലീസ് അന്വേഷണമെന്നാണ് വാദം. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളിൽ വൻ സ്രാവുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങൾ. ലഹരിയിൽ നിറഞ്ഞാടുന്ന ചില റേവ് പാർട്ടികൾക്ക് പിന്നിലും മലയാള സിനിമയിലെ പ്രമുഖരുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കൊച്ചിയിലടക്കം പോലീസ് നേരത്തെ നടത്തിയ അന്വേഷണങ്ങൾ ചെറു സംഘങ്ങളെ കേന്ദ്രീകരിച്ചു മാത്രമായിരുന്നു. NCPയിലെ മന്ത്രിസ്ഥാനം വീതം വെക്കൽ നടപ്പാക്കേണ്ടി വരുമെന്ന് സൂചന. തോമസ് കെ തോമസിനും അവസരം നൽകണമെന്ന പക്ഷത്ത് ദേശീയ അധ്യക്ഷൻ ശരത് പവാറും തോമസ് കെ തോമസുമായുള്ള തർക്കം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും വിവരം. സർക്കാർ ഓഫീസുകളിലെ പഞ്ചിംഗ് സംവിധാനം പരിഷ്കരിക്കുന്നതുവരെ ഫേസ് റെക്കഗ്നിഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന പഞ്ചിംഗ് രേഖപ്പെടുത്താൻ അനുമതി. പരിഷ്കരണത്തിനിടെ സെൻസറുകൾ പ്രവർത്തനരഹിതമാക്കാനുള്ള സാധ്യത ഉള്ളതിനാലാണ് പുതിയ തീരുമാനം. ചെറുകിട വൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ പ്രയോജനപ്പെടുത്തിയാൽ അമിത നിരക്കിൽ വൈദ്യുതി പുറത്തു നിന്ന് വാങ്ങുന്നത് ഒഴിവാക്കാം. പദ്ധതികൾക്ക് തടസ്സമാകുന്നത് അനാവശ്യ പരിസ്ഥിതി വാദങ്ങളാണെന്നും മന്ത്രി. സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ഈ മാസം 5-ന് ആരംഭിക്കും. റേഷൻ കാർഡുകൾ വഴി വിതരണം ചെയ്യുന്ന സൗജന്യ കിറ്റ് വിതരണം 9-നും തുടങ്ങും. മഞ്ഞ, ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കാണ് കിറ്റുകൾ നൽകുന്നത്. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് നൽകും. ഓണക്കാലത്തും ദുരിതമൊഴിയാതെ സംസ്ഥാനത്തെ ലോട്ടറി തൊഴിലാളികൾ ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ട് മാസങ്ങളായി. ഓണത്തിനെങ്കിലും സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന ഓണം വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സപ്ലൈകോ നൽകുന്ന സബ്സിഡി നിരക്കിലൂടെ ഓണക്കാലത്തുണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ ശക്തമായ വിപണി ഇടപെടലാണ് സംസ്ഥാന സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്നതെന്ന് ചെയർമാൻ M മെഹബൂബ് പറഞ്ഞു. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള 1500 പ്രത്യേക കേന്ദ്രങ്ങളിലൂടെ സെപ്റ്റംബർ 7 മുതൽ 14 വരെയാണ് ഓണം വിപണി പ്രവർത്തിക്കുക. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതിയിൽ തീരുമാനമായില്ല. വള്ളംകളി ഈ മാസം 28-ന് നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി കളക്ടർക്ക് നിവേദനം നൽകി. NDBR സൊസൈറ്റി യോഗം വിളിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നും കളക്ടർ അറിയിച്ചു. ചേർത്തലയിൽ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അമ്മയുടെ സുഹൃത്ത് ഒറ്റയ്ക്കാണോ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ ഇരുവർക്കുമെതിരെ കൊലപാതക കുറ്റം ചുമത്തി. ബലാത്സംഗ കേസുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കാനൊരുങ്ങി ബംഗാൾ സർക്കാർ. ബിൽ നിയമസഭയിൽ ഇന്ന് മമതാ ബാനർജി അവതരിപ്പിക്കും. ബിൽ നടപ്പിലാക്കുന്നത് കൊൽക്കത്ത സംഭവത്തിലെ വീഴ്ച മറയ്ക്കാനാണെന്ന ആക്ഷേപവുമായി BJP. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ കൊൽക്കത്തയിൽ പ്രതിഷേധം തുടരുന്നു. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ രാജിവെക്കണമെന്ന ആവശ്യം. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഘടനയെ അടിസ്ഥാനപ്പെടുത്തി 7 പ്രധാന പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ. ഡിജിറ്റൽ കൃഷി ദൗത്യം, ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായി വിളശാസ്ത്രം അടക്കമുള്ള പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. 2047ഓടെ ഭക്ഷ്യസുരക്ഷയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണവുമായി ഖത്തറും. പുതിയ നിയമത്തിന് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അംഗീകാരം നൽകി. സ്വദേശികൾക്ക് ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഖത്തർ പൗരന്മാർക്ക് ജോലിക്കും പരിശീലനത്തിനും കൂടുതൽ സാധ്യതകൾ ഒരുക്കുന്ന നാഷണൽ വിഷൻ 2030ന്റെ ഭാഗമായിട്ടാണ് നടപടി. ഒമാനിൽ സ്വദേശീവൽക്കരണം ശക്തമാകുന്നു. കൂടുതൽ വാണിജ്യ മേഖലകളിൽ വിദേശ നിക്ഷേപകർക്ക് വിലക്കേർപ്പെടുത്താൻ ഒമാൻ സർക്കാർ. നേരത്തെ ഉൾപ്പെടുത്തിയ വിസ വിലക്കുകൾ മൂലം മലയാളികളടക്കം ആയിരങ്ങൾക്ക് ജോലി നഷ്ടമായിരുന്നു.
ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ഒക്ടോബർ 16 തുടങ്ങും. ഗ്ലോബൽ വില്ലേജിന്റെ 29ാം സീസണിനാണ് തുടക്കമാകുന്നത്. 2025 മെയ് 11 വരെ ഗ്ലോബൽ വില്ലേജ് തുറന്നു പ്രവർത്തിക്കും. 6 മാസം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ സീസണിൽ 1 കോടിയിലേറെ പേരാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശിച്ചത്. കൊടും ചൂടിനെ തുടർന്ന് ഒമാനിൽ തൊഴിലാളികൾക്ക് അനുവദിച്ച ഉച്ചവിശ്രമം അവസാനിച്ചു. വിശ്രമ സമയം അനുവദിക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികളാണ് അധികൃതർ കൈക്കൊണ്ടത്. തൊഴിലാളികളുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷ പരിഗണിച്ചാണ് അധികൃതർ മധ്യാഹ്ന അവധി നൽകിയത്. ഗാലറിയിൽ നിന്ന് കളി കണ്ട് ശീലിച്ചതിൽ നിന്ന് ടീം ഉടമയായി കളി കാണാനായതിൽ അതിയായ സന്തോഷമെന്ന് ഇന്ത്യൻ സൂപ്പർ താരം കീർത്തി സുരേഷ് ജനൻ ടിവിയോട്. വനിതാ ക്രിക്കറ്റിന്റെ അംബാസഡർ ആകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. ക്രിക്കറ്റിനോട് സ്കൂൾ കാലം മുതൽക്കേ അടുപ്പമുണ്ടെന്നും ട്രിവാൻഡ്രം റോയൽസ് സഹ ഉടമ കൂടിയായ കീർത്തി സുരേഷ് പറഞ്ഞു. സിനിമയേക്കാൾ ക്രിക്കറ്റിനോടായിരുന്നു പാഷൻ എന്ന സംവിധായകനും കേരള ക്രിക്കറ്റ് ലീഗിലെ ട്രിവാൻഡ്രം റോയൽസ് ഉടമയുമായ പ്രിയദർശൻ ജനൻ ടിവിയോട്. യുവതാരങ്ങൾക്ക് IPL-ലേക്കുള്ള വഴിയൊരുക്കലാണ് കേരള ക്രിക്കറ്റ് ലീഗ്. ടീം ഉടമയെന്ന നിലയിൽ കളി കാണുമ്പോൾ സിനിമയുടെ ത്രിൽ അനുഭവിക്കുന്നുണ്ടെന്നും പ്രിയദർശൻ. കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യ ദിനത്തെ 2ാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിന് വിജയം. മഴ 2 തവണ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ VGD മെത്തേഡ് പ്രകാരമാണ് വിജയം തീരുമാനിച്ചത്. ട്രിവാൻഡ്രം റോയൽസിന് വേണ്ടി ക്യാപ്റ്റൻ അബ്ദുൾ ബാസിദ് 4 ഓവറിൽ 12 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് സ്വന്തമാക്കി. ബാസിദാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ബന്ദികളുടെ മോചനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്. നെതന്യാഹുവിന്റെ നടപടികൾ പോരായ്മയെന്ന് ജോ ബൈഡൻ. കിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കാൻ പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബ്രൂണയും സിംഗപ്പൂരുമായി ഉഭയകക്ഷി ചർച്ചകളും പ്രധാനമന്ത്രി നടത്തും. റാപ്പിഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ. നിറയെ വാർത്തകൾ കണ്ടു. 40 മിനിറ്റ് സമയം വാർത്തകളുടെ പെരുമഴയായിരുന്നു. ഇനി നമുക്ക് അല്പം ആരോഗ്യം നോക്കണ്ടേ? അതെ. യോഗ. നമസ്കാരം. സൂര്യ നമസ്കാരം നമ്മൾ കുറച്ച് ദിവസങ്ങളായി പഠിക്കുകയാണ് അല്ലേ. ഇന്ന് നമ്മൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ സൂര്യ നമസ്കാരത്തിന് 8 ആസനങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ആസനം നമ്മൾ ആ സൈക്കിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം ആ 12 സ്റ്റെപ്പുകളും നമ്മൾ ഒരുമിച്ച് ഒന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ പർവ്വതാസനത്തിൽ നിന്നാണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. അവിടെ നിന്ന് തന്നെ നമുക്കിന്ന് തുടങ്ങാം. പർവ്വതാസനത്തിൽ നിന്നും നമ്മൾ ആദ്യം ഏത് കാലാണ് പിന്നിൽ വെച്ചത്? ഇടത്തെ കാലാണ് നമ്മൾ പിന്നിൽ വെച്ചത്. അപ്പോൾ ആ സെയിം കാല് തന്നെ നമ്മളെടുത്ത് മുന്നിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. ആ മുന്നിലോട്ട് വെച്ച് വേണം നമ്മൾ എഴുന്നേറ്റ് നിവർന്ന് വരാനായിട്ട്. അപ്പോൾ പർവ്വതാസനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ബോഡി ഒന്ന് പതുക്കെ ദ്വിപാദ പ്രസാരണാസനയിലേക്ക് വരിക. ശേഷം ഇടത്തെ കാലെടുത്ത് മുന്നിലേക്ക് വെച്ച് ശ്രദ്ധിക്കേണ്ടത് 2 കൈപ്പത്തിൻ്റെ നടുക്കാണോ കാല് എന്ന് നോക്കുക. മുന്നിൽ കാണുന്ന വസ്തുവിൻ്റെ മുകളിലേക്കൊന്ന് നോക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലിരിക്കുന്ന വലത്തേക്കാലും മുന്നിലേക്ക് കൊണ്ടുവന്ന് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ നിൽക്കുക. ശേഷം മുട്ട് 2 നിവർത്തി തല കുനിച്ച് ഒന്ന് നെറ്റിമുട്ടയെ തൊടാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഹസ്ത ഉത്താനാസനം. പിന്നിലേക്ക് മാക്സിമം വളയുക. ശ്വാസം വിട്ടുകൊണ്ട് നിവർന്ന് വന്ന് കൈ 2 2 വശത്തായിട്ട് കൊണ്ടുപോയി കൈകൾ 2 നമസ്കാര മുദ്രയിൽ കൊണ്ടുവന്ന് നിവർന്ന് നിൽക്കുക. ഇപ്പോൾ നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ സ്റ്റെപ്പായിട്ട് നമ്മൾ 3 ദിവസം കൊണ്ട് പഠിച്ചു അല്ലേ. ആ ഓരോ ആസനാസും സെപ്പറേറ്റ് ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ആസനാസം വ്യക്തമായിട്ട് പഠിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് ആ സീക്വൻസ് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഈ 12 സ്റ്റെപ്പ് ഒറ്റയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് ഈ 12 സ്റ്റെപ്പ് നമ്മൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും വ്യക്തതയോടുകൂടി എല്ലാ ആസനാസും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആസനങ്ങൾ സെപ്പറേറ്റ് പഠിക്കുക. അതിനോട് ചേർന്ന് വരുന്ന അടുത്ത ആസനാസിൻ്റെ സീക്വൻസ് ആയിട്ട് പഠിക്കുക.
ശേഷം ഇത് മൊത്തത്തിൽ ചേർത്ത് 12 സ്റ്റെപ്പായിട്ട് ചെയ്യണം. നാളെ നമ്മൾ ഇതിന് സൂര്യ നമസ്കാരൻ്റെ ഒറ്റ റൗണ്ടായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുവരെ റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ആസനങ്ങളും പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഒന്ന് കാണുക. എന്നിട്ട് നമുക്ക് നാളെ കാണാം. നന്ദി, നമസ്കാരം. നമ്മൾ ആരോഗ്യകാര്യവും കൂടെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇനിയും നമ്മൾ വാർത്തയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. കുറേ ഹാഡ് പൊളിറ്റിക്കൽ വാർത്തകൾ നമ്മൾ കണ്ടു. അതായത് ഇടതുപക്ഷത്തെ പ്രശ്നങ്ങൾ, അൻവറിൻ്റെ ആരോപണം, മുഖ്യമന്ത്രിയുടെ പ്രതിരോധം ഒക്കെ നമ്മൾ കണ്ടു. നമുക്ക് ഒരല്പം മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ കിട്ടുന്ന ഒരു വാർത്ത കൂടി ഇടയ്ക്കിടെ വേണ്ടേ? വേണം. ശരി. സ്കൂൾ മുറ്റത്ത് ബന്ദിത്തോട്ടമൊരുക്കി നെടുമങ്ങാട് അരുവിക്കര മൈലം ഗവൺമെൻറ് LPSലെ കുരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഈ കൃഷി. അരുവിക്കര മൈലത്ത് LKG മുതൽ 4ാം ക്ലാസ് വരെ ആകെ 58 കുട്ടികൾ പഠിക്കുന്ന ചെറുവിദ്യാലയം. അധ്യാപകരായി 6 പേരും. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ മുറ്റത്ത് പൂത്തുലഞ്ഞത് ചെറിയൊരു ബന്ദിപ്പൂപ്പാടം. പ്രഥമാധ്യാപിക അംബികയാണ് ആശയം മുന്നോട്ട് വെച്ചത്. കൃഷിഭവനിൽ നിന്ന് പൂച്ചെടിയുടെ തൈകളെത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ വളപ്പിലെ 5 സെന്റിൽ കൃഷിക്കുള്ള നിലവുമൊരുക്കി. പിന്നെ നടലും പരിപാലിക്കലും, ഒടുവിൽ വിളവെടുപ്പും. ഓണം അടുപ്പിച്ച് നമുക്ക് പൂക്കൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. നല്ല വിലയുണ്ടായിരുന്നു പൂക്കൾക്ക്. അത്തപ്പൂക്കള മത്സരം പഞ്ചായത്ത് തലത്തിലൊക്കെ നടത്തിയപ്പോൾ നമ്മുടെ കൊച്ചു സ്കൂളും കുറച്ച് കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടും പൂക്കൾ ശേഖരിക്കുന്നതിന്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ സ്കൂൾ വളപ്പിൽ തന്നെ ചെയ്താൽ എന്താണ് എന്ന് കരുതി നമ്മൾ കൃഷി ഓഫീസറുമായിട്ട് ആലോചിക്കുകയും അങ്ങനെ അദ്ദേഹം കുറച്ച് തൈകൾ, ജമന്തി തൈകൾ തരാമെന്ന് പറഞ്ഞു. സ്കൂളിലെ കൃഷിരീതിയും ഇടവേള സമയങ്ങളിലെ പരിപാലനവും എല്ലാം ഇന്നീ കുരുന്നുകൾക്ക് കാണാപ്പാടമാണ്. പേരുകൾ ഓർത്തോർത്ത് പറയണമെങ്കിലും തേന്നുകരാനെത്തുന്ന പൂമ്പാറ്റകളാണ് പങ്കുവയ്ക്കാനുള്ള പ്രധാന വിശേഷം. ജമന്തിപ്പൂക്കൾ വിരിയുമ്പോഴും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങളും അധ്യാപകരും കൂടി ചെയ്ത ജമന്തിപ്പൂക്കൾ ഞങ്ങൾക്ക് വളരെ അധ്വാനിച്ചാണ് ചെയ്തത്. മഞ്ഞപ്പാപ്പാത്തി, പച്ചയുടുപ്പിട്ട തകരമുത്തി, മഞ്ഞയും വെള്ളയും ഉടുപ്പിട്ട വിലാസിനി, ചുമപ്പും കറുപ്പും കലർന്ന നാട്ടു റോസ് എന്നിവയെല്ലാം വന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇതിനു മുൻപ് കരനെൽ കൃഷി ചെയ്ത് വൻ നേട്ടം കൊയ്ത അനുഭവവും സ്കൂളിനുണ്ട്. ഇതിനെല്ലാം പുറമെ തക്കാളിയും വെണ്ടയും മുളകും ചീരയും വിളയുന്ന പച്ചക്കറി തോട്ടവും ഇവിടെയുണ്ട്. ജനം, തിരുവനന്തപുരം. ശരി, ഇത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ മുൻപൊക്കെ വീട്ടുമുറ്റങ്ങൾ നിറയെ പൂക്കളായിരുന്നു. പിന്നീട് ടൈൽസ് പാകി കൂടുതൽ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചപ്പോൾ ചെടികളൊന്നും ഉണ്ടായില്ല, അത് വളർന്നില്ല, പൂത്തില്ല. പക്ഷേ ഈ കൊച്ചുകുട്ടികളുടെ പ്രയത്നം ഇപ്പോൾ വലിയ മാറ്റമുണ്ട്. സാധാരണ ഓണമാകുമ്പോൾ തോവാളയിലേക്ക് പോവുക, പൂക്കളുമായി വരിക, അല്ലെങ്കിൽ തിരുവനന്തപുരം ചാലക്കമ്പോളത്തിൽ പൂക്കൾ വരുന്നു. തലസ്ഥാനത്തൊക്കെ പൂക്കളെത്തുന്ന വഴി അതാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ റോഡിന് ഇരുവശത്തും പോലും പുറമ്പോക്ക് ഭൂമിയിൽ പഞ്ചായത്തോ അവിടുത്തെ തൊഴിലുറപ്പുകാരോ അല്ലെങ്കിൽ സ്ത്രീ കൂട്ടായ്മകളോ സ്കൂളുകളോ ഒക്കെ പൂക്കൾ ഇങ്ങനെ നട്ടുവളർത്തുകയാണ്. ഈ ജമന്തിപ്പൂ വളരാൻ വലിയ അധ്വാനമൊന്നും വേണ്ട ശരിക്കും. പക്ഷേ കുട്ടികളുടെ മനസ്സൊന്നും ഓർക്കണം, നിറം പിടിപ്പിക്കുകയാണ് അവർ സ്കൂൾ മുറ്റങ്ങൾ. അതുപോലെ തന്നെ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അധ്യാപകരും, അതും കൂടെ നമ്മളിവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ മാറി വരികയാണ് കാലം. അപ്പോൾ പൂക്കൾ തേടി നമ്മളെന്തിനാണ് മറ്റൊരിടത്തേക്ക് പോകുന്നത്? അവിടെ പോയി വലിയ തുകയ്ക്ക് എന്തിനാണ് പൂക്കൾ വാങ്ങുന്നത്? നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന, നമ്മുടെ സ്കൂളിലുണ്ടാക്കുന്ന, നമ്മുടെ ഭൂമിയിലുണ്ടാക്കുന്ന നിറം പിടിച്ച സ്വപ്നങ്ങൾ അതിങ്ങനെ പൂവണിയുമ്പോൾ അതിനെ തന്നെ അത്തപ്പൂക്കളങ്ങളാക്കുക, അല്ലെങ്കിൽ അയൽ വീടുകളിൽ കൊടുക്കുക, അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് കൊണ്ടുപോയി അവിടെ മുറ്റത്ത് പൂക്കൾ ഇടുക. അപ്പോൾ സന്തോഷത്തിൻ്റെ ഓരോ സുദിനങ്ങൾ വിഭാവനം ചെയ്യുകയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ, അധ്യാപകരൊക്കെ ചെയ്യുന്നത്. വലിയ സന്തോഷമുള്ളൊരു വാർത്തയാണ്. പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്കും കൂടെയാണ് ഈ ഓണക്കാലത്ത് ഇങ്ങനത്തുള്ള നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്നതും ഇതുപോലെ തന്നെ സ്റ്റോറീസ് കാണിക്കുന്നതും. നമ്മൾ ഇടുക്കിയിൽ നിന്നൊക്കെ ഇതുപോലെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളുകളിൽ സൂര്യകാന്തി കൃഷി നടത്തുന്നതടക്കം. അല്ല, സ്കൂളുകളൊക്കെ വലിയ മാറ്റമാണല്ലോ, കുറേ വർഷങ്ങളായിട്ട് വലിയ മാറ്റമാണ്. കൃഷി കുട്ടികൾ തന്നെ ഇതെല്ലാം ചെയ്യുന്നു എന്നാണല്ലോ നമ്മൾ എടുത്തു പറയേണ്ടത്. അതായത് വരാനിരിക്കുന്ന തലമുറ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരാകി മാറുന്നു എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം. അത് ഭാവിയുണ്ട് നമുക്ക് എന്നുള്ള ഒരു സൂചനയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് ഗൗരവമുള്ള വാർത്തയിലേക്ക് പോകാം. രജനി, നമ്മൾ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതിരോധം തീർക്കുന്നത് ആദ്യം EP-യിൽ തുടങ്ങി ഇപ്പോൾ അൻവർ വരെ എത്തി നിൽക്കുന്നു. അങ്ങനെ EP-യുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. രാജിക്ക് പിന്നാലെ വിവാദങ്ങൾ കത്തുമ്പോഴും
മൗനം തുടരുകയാണ് LDF മുൻ കൺവീനർ EP ജയരാജൻ. കണ്ണൂരിൽ തുടർന്നിട്ടും മാധ്യമങ്ങളിൽ പോലും പ്രതികരണം നടത്താതെ EP തുടരുന്നത് ഇടതുമുന്നണിയിലും ആശങ്ക ഉണ്ടാക്കുന്നു. അതേസമയം EP ജയരാജനെ വിടാതെ P ജയരാജൻ റിസോർട്ട് വിവാദത്തിൽ വിമർശനങ്ങൾ തുടരുക തന്നെയാണ്. ശാലിനി തന്നെ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. ശാലിനി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EP ആദ്യം ഒന്ന് തൊടുത്തുവിട്ടു. അത് CPM-നും ഒപ്പം തന്നെ ഇടത് രാഷ്ട്രീയത്തിനൊക്കെ വലിയൊരു തലവേദനയായിരുന്നു. ഇത് അൻവർ വരെ എത്തിയിരിക്കുന്നു. ഇപ്പോഴും EP മൗനം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജനൻ TV-യോട് തന്നെ പറഞ്ഞു തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ തന്നെ ആത്മകഥയിലൂടെ പറയും. രചന അവസാന ഘട്ടത്തിലാണ്. പറയേണ്ടപ്പോൾ പറയും, പിന്നീടാണ് ആത്മകഥ. ഞാൻ പറയേണ്ടപ്പോൾ പറഞ്ഞുകൊള്ളാം, എന്തോ മനസ്സിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് EP എന്ന് തോന്നുന്നു. വലിയൊരു ബോംബായിട്ട് അത് പുറത്തു വരും. രജനി, കൃഷ്ണരാജ്, അതുതന്നെയാണ് ഏറ്റവും ആശങ്കയോടുകൂടി CPM-ന്റെ കേന്ദ്രങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. കാരണം CPM-ന്റെ വിശ്വസ്തനായ ഒരു നേതാവാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഒരു ഘട്ടങ്ങളിൽ പാർട്ടി വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കണ്ണൂരിലെ പാർട്ടി അല്ലെങ്കിൽ കണ്ണൂരിലെ രാഷ്ട്രീയം വളർത്തിയെടുക്കാനൊക്കെ മുൻപിൽ നിന്നൊരു നേതാവാണ്. ആ നേതാവ് ഇത്തരത്തിൽ അകന്നു മാറുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ ഒരു രാജി നടന്നു, ദിവസങ്ങൾ പിന്നിടുന്നു, അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലുണ്ട്. കണ്ണൂരിൽ അദ്ദേഹം മൗനം തുടരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ആശങ്കാജനകമായ സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിവിധ വാർത്തകൾ വന്ന് EP വലിയ രീതിയിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും പാർട്ടി കേന്ദ്രങ്ങൾ EP-യെ നിരീക്ഷിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കണം പാർട്ടി പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെയാണ് P ജയരാജൻ EP ജയരാജനെതിരായിട്ടുള്ള ആരോപണങ്ങളിലും ഒപ്പം തന്നെ ഇരുവരും തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ അത് അതേപടി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇടഞ്ഞു നിൽക്കുന്നവർ രണ്ടുപേരും. ഒന്ന്, അൻവർ ഇടഞ്ഞല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആരോപണം കൃത്യമായി തൊടുത്തു വിടുന്നുണ്ട്. EP-യും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പുതിയ വിവാദം വന്നത്, അതായത് ADGP വിവാദം വന്നത് EP ജയരാജനോടുള്ള മൃദു സമീപനത്തിലേക്ക് പോകാൻ CPM-നെ പിന്തള്ളുമോ അല്ലെങ്കിൽ അതിന് കാരണമാകുമോ എന്നൊരു ചോദ്യം കൂടിയില്ലേ? അതുതന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു ദിവസം EP സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി പങ്കെടുക്കാൻ എത്തുന്നില്ല, രാജി സമർപ്പിച്ചു എന്നുള്ള വാർത്തകൾ ആശങ്കയോടുകൂടിയാണ് CPM കേന്ദ്രങ്ങൾ കണ്ടത്. ഒപ്പം തന്നെ പുതിയൊരു LDF കൺവീനറെ നിയമിക്കാനും നിയോഗിക്കാനുമുള്ള ചർച്ചകളും അവിടെ കാര്യമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് EP പല ഘട്ടങ്ങളിലും പാർട്ടിയുമായി വിട്ടുനിൽക്കുന്നു. കാരണം അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായി വന്ന പല ആളുകളും അദ്ദേഹത്തിനേക്കാൾ മുതിർന്ന ചുമതലകളിലേക്ക് എത്തി. ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ പിന്നീട് ഒരു പാർട്ടി സെക്രട്ടറി ആരെന്ന് ചോദിക്കുമ്പോൾ അത് EP ജയരാജൻ എന്നുള്ള പേരുകൾ ഉയർന്നു വന്നപ്പോൾ അവിടെയും പാർട്ടി വെട്ടിനിരത്തൽ നടത്തി MV ഗോവിന്ദനെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് അവിടേക്ക് എത്തിക്കുന്നു. അത്തരത്തിൽ തന്നെ വെട്ടിനിരത്തുന്ന അല്ലെങ്കിൽ തന്നെ ഒപ്പം നിർത്താത്ത പാർട്ടിക്കൊപ്പം താനിനി ഇല്ല എന്നുള്ളൊരു നിലപാട് EP എടുക്കുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, CPM രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കകളും പ്രതിരോധവും ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മനസൂക്ഷിപ്പുകാരൻ കൂടിയാണ്. സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പല കാര്യങ്ങളും, രഹസ്യ സ്വഭാവമുള്ള പല കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് EP ജയരാജൻ. അത് മാത്രമല്ല, കണ്ണൂരിൽ EP-യുടേതായ ഒരു ഇടമുണ്ട്. അവിടെ നിന്നും EP പെട്ടെന്ന് പാർട്ടി പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിലെ CPM രാഷ്ട്രീയം എന്താകുമെന്നുള്ളൊരു വലിയ ചോദ്യം P ജയരാജൻ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുണ്ടല്ലോ EP-യെ. അതും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഞാൻ ആദ്യം അതിലേക്കാണ് വന്നത്. അതായത് കഴിഞ്ഞ സംസ്ഥാന സമിതിയിലും ഈ റിസോർട്ട് വിവാദമൊക്കെ ചർച്ചയാക്കണം എന്നുള്ളൊരു കാര്യം ആദ്യം ഉയർത്തിക്കൊണ്ടു വന്നതും P ജയരാജനാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി EP ഉണ്ടാക്കുന്നുണ്ട്. പാർട്ടി ബന്ധു നിയമനം, ഒപ്പം തന്നെ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയത്, തൊട്ടു പിന്നാലെ വൈരഹം റിസോർട്ട് അടക്കമുള്ള റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ, ബന്ധുക്കളുടെ ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴും അന്നൊക്കെ പാർട്ടി അദ്ദേഹത്തിനെ സംരക്ഷിക്കാതെ ഒരു നിലപാടെടുക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. സ്വാഭാവികമായും സംഘടനയിലെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമായും CPM-ന്റെ സംസ്ഥാന സമിതി അജണ്ട വെച്ചത്. ആ സംഘടനയിലെ ചില കാര്യങ്ങൾ എന്നുള്ളതിൽ ഏറ്റവും എടുത്തു ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. EP ജയരാജനെതിരെ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് ചർച്ച ചെയ്യണം, പരിശോധിക്കണം എന്നൊരു ആവശ്യമാണ് P ജയരാജൻ ആ ഒരു സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത്. P ജയരാജനൊപ്പം നിൽക്കുന്ന ചില
ചില അണികളും അദ്ദേഹത്തും ബന്ധപ്പെട്ട അടുത്ത ചില സംസ്ഥാന സമിതി അംഗങ്ങളും ആ ഒരു വിഷയത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്തതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിരോധമുണ്ടായി. പാർട്ടി അച്ചടക്ക നടപടി നേരിടേണ്ടതായി വരും എന്നുള്ളൊരു സാഹചര്യം എത്തിയപ്പോഴാണ് പൂർണ്ണമായും LDF കൺവീനർ സ്ഥാനം പൂർണ്ണമായും ഒഴിഞ്ഞുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നും EP ജയരാജൻ വിട്ടുനിൽക്കുകയും ചെയ്തു. എന്നാലും അദ്ദേഹം പ്രതികരിക്കാൻ സമയമാകുമ്പോൾ പ്രതികരിക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പ്രതികരണം ഒരു പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. പാർട്ടി അംഗത്വം അടക്കം രാജിവെച്ചുകൊണ്ട് പ്രാഥമിക അംഗത്വം അടക്കം രാജിവെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് എങ്കിൽ അത് കൂടുതൽ പ്രതിരോധം പാർട്ടിക്ക് ഉണ്ടാകും. ഈ ഒരു വലിയ രീതിയിൽ മുഖം രക്ഷിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ EP-യുടെ പ്രതികരണങ്ങൾ പാർട്ടിയുടെ മുഖം വികൃതമാക്കുമെന്നുള്ളത് സംശയമില്ല. കൃഷ്ണരാജ്, ശരി, എന്തായാലും EP മൗനം തുടരുന്ന ഇനി എന്തൊക്കെയായിരിക്കും പറയുന്നതെന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. സിനിമ ഉണ്ട്, കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എന്തൊക്കെയാണ് സിനിമാ ലോകത്ത് നടക്കുന്നതെന്നാണ് ജനം ഒന്നടങ്കം ചോദിക്കുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ലഹരി ഇടപാടാണ്. ശരിപ്പോൾ ആരോപണങ്ങൾ മാത്രമാണ് സജീവമായിട്ടുള്ളത്. പക്ഷേ ലഹരി ഇടപാട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുന്നതാണ്. പക്ഷേ അതെവിടെയും എത്തുന്നില്ല. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളിൽ വൻ സ്രാവുകൾക്ക് സംരക്ഷണമൊരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങൾ. ലഹരിയിൽ നിറഞ്ഞാടുന്ന ചില പാർട്ടികൾക്ക് പിന്നിലും മലയാള സിനിമയിലെ പ്രമുഖരുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കൊച്ചിയിലടക്കം പോലീസ് നേരത്തെ നടത്തിയ അന്വേഷണങ്ങൾ ചെറു സംഘങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, ഈ സിനിമയിലെ ലഹരി ഉപയോഗം കുറച്ചുനാൾ ഉറക്കെ കേട്ടതാണ്. പല നടന്മാർ തന്നെ വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം ഒരു ഗായിക വെളിപ്പെടുത്തിയിരുന്നു. എന്താണ് അന്വേഷണം എങ്ങും എത്താത്തത്? കൃഷ്ണരാജ്, രജനി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റവും അധികം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ. അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം കാലങ്ങളായി ഉള്ളതാണ് ഈ സിനിമയിലെ ലഹരി ഇടപാടുകൾ. മുമ്പ് അല്ല, ഒരു 10 വർഷത്തിനുള്ളിലെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോൾ കൃത്യമായി പുറത്തു വന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരും ഒപ്പം തന്നെ സിനിമാ താരങ്ങളുമടക്കം യുവതാരങ്ങളുമടക്കം പലരും ലഹരിക്ക് അടിമകളാണ്. ലൊക്കേഷനുകൾ പലതും ലഹരിയുടെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഇത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ നിരവധി അറസ്റ്റുകളും ഒപ്പം തന്നെ നടപടികളും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം പിടിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ ആളുകൾ, അല്ലെങ്കിൽ ഈ ലൊക്കേഷനുകളിലേക്ക് ലഹരി എത്തിക്കുന്ന സാധാരണ കരിയർമാർ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അത്തരത്തിലുള്ള ആളുകളാണ് പിടിക്കപ്പെട്ടത്. ഒരിക്കലും അന്വേഷണം പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ഒരു ഘട്ടത്തിലും എത്തിയിരുന്നില്ല. അവിടെയാണ് വീണ്ടും ഈ സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ഇത്തരത്തിൽ ഉള്ള നിർണായകമായ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പരാമർശിക്കപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ലഹരി കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ലഹരി ഇടപാടുകളും ലഹരി ഉപയോഗവും കണ്ടെത്തുന്നതിന് വേണ്ടി പരിശോധനകൾ കർശനമാക്കുമെന്ന് പോലീസ് പല ഘട്ടങ്ങളിലായി പല തവണകളിലായി ആവർത്തിക്കുമ്പോഴും ഒരു ലൊക്കേഷനുകളിൽ പോലും പോലീസിന്റെ കൃത്യമായ പരിശോധന നടക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച ഈ ഉന്നതങ്ങളിൽ നിന്നുള്ള കൃത്യമായ ഇടപെടലുകൾ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളിൽ അന്വേഷണം നടത്താതിരിക്കാൻ വേണ്ടി നടക്കുന്നു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. കാരണം സിനിമയിലെ പല യുവ താരങ്ങളും ലഹരിക്ക് അടിമകളായി സെറ്റുകളിൽ തന്നെ, ലൊക്കേഷനുകളിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് അവിടെ എത്തിച്ച് ലഹരി വസ്തുക്കൾ കൊടുക്കുന്നുണ്ട്. നേരത്തെ കൊച്ചി സിറ്റി കമ്മീഷണറായിരുന്ന സേതുരാമൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, തങ്ങൾ ഈ ലൊക്കേഷനുകളിൽ പരിശോധനകൾ നടത്തും, ലൊക്കേഷനുകളിൽ മഫ്തിയിൽ പോലീസിനെ വിന്യസിക്കും, ഷാഡോ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകും എല്ലാ ലൊക്കേഷനുകളിലും എന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒരു ഘട്ടത്തിലും ഈ ലൊക്കേഷനുകളിൽ പോലീസിന്റെ യാതൊരു തരത്തിലുള്ള പരിശോധനകൾ നടന്നില്ല. രഹസ്യ നിരീക്ഷണമോ പരസ്യ പരിശോധനകളോ ഒന്നും തന്നെ നടന്നിരുന്നില്ല. മാത്രമല്ല 2019 എക്സൈസ് ചില പരിശോധനകൾക്ക് തയ്യാറായിരുന്നു. അവരും ആദ്യത്തെ ഏതാനും ഘട്ടങ്ങളിലെ പരിശോധനകൾ കൊണ്ട് അത് ശരി. ജിജീഷ്, ഈ വാർത്ത വിശദമായി എടുക്കേണ്ടതുണ്ട്. നമുക്ക് 8 മണിയാകുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന വാർത്തകൾ കേട്ട ശേഷം നമുക്ക് ജിജീഷിലേക്ക് തന്നെ വരാം. വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് പുറപ്പെടും. സന്ദർശിക്കുന്നത് ബ്രൂണയും സിംഗപ്പൂരും. കിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുക ലക്ഷ്യം. MR അജിത് കുമാറിനും P ശശിക്കും കുടപിടിച്ച് മുഖ്യമന്ത്രി. ADGPക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സ്ഥാനചലനമില്ല. DGPയുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘം അന്വേഷിക്കും. കണ്ണിൽ പൊടിയിടാൻ സുജിത് ദാസിനെ മാറ്റി.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ CBI അന്വേഷണം വേണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. സിനിമാ മേഖലയിലെ അതിക്രമ കേസുകൾ കൈമാറണമെന്ന ആവശ്യം. കുറ്റവാളികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം. ലൈംഗികാരോപണ കേസിൽ ജാമ്യം തേടി മുകേഷ്. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. NCPയുടെ മന്ത്രിസ്ഥാനം വീതം വയ്ക്കാൻ ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തം. MLA സ്ഥാനം രാജിവെക്കുമെന്ന ഭീഷണിയുമായി AK ശശീന്ദ്രൻ. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിന് നാടകീയ ജയം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ തോൽപ്പിച്ചത് മഴ നിയമപ്രകാരം 1 റൺസിന്. ഉടമയായി കളി കാണുമ്പോൾ സിനിമയുടെ ത്രില്ലെന്ന് പ്രിയദർശൻ. അതിയായ സന്തോഷമെന്ന് കീർത്തി സുരേഷ്. ജനം എക്സ്ക്ലൂസീവ്. ഇനി നമ്മൾ പറഞ്ഞു വന്ന വാർത്ത സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ. അതിൽ സാധാരണക്കാരെ മാത്രം കഴുത്തിന് പിടിക്കുന്നു, വലിയ സ്രാവുകളെ വെറുതെ വിടുന്നു എന്നതാണ്. ജിജീഷ് വീണ്ടും ചേരുന്നുണ്ട്. ജിജീഷ്, ഇത് കുറേ നാളായി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സജീവമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരെത്തും പിടിയും കിട്ടാത്ത വിധം ഒളിപ്പിക്കപ്പെടുന്നു അല്ലേ? അങ്ങനെ നമ്മൾ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഈ മട്ടാഞ്ചേരി മാഫിയയെ തൊടാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥർ പോലും തയ്യാറാകുന്നില്ല. തീർച്ചയായും ആ പ്രേക്ഷകരുടെ അടക്കം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആശങ്കയും സംശയവും എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. എന്തുകൊണ്ട് ഈ അന്വേഷണങ്ങൾ ഒന്നും തന്നെ കൃത്യമായി അല്ലെങ്കിൽ അന്വേഷണം എത്തേണ്ട കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നില്ല? എന്തുകൊണ്ട് ഉന്നതരായ ആളുകൾ സംരക്ഷിക്കപ്പെടുന്നു? അവർക്ക് സംരക്ഷണം ഒരുക്കാൻ ഉന്നത കേന്ദ്രങ്ങൾ, പോലീസിലെയും സിനിമാ രംഗത്തെയും അടക്കം ഉന്നത കേന്ദ്രങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതാണ്. നേരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം തയ്യാറായ ഘട്ടത്തിൽ ഉയർന്ന ആരോപണം എന്ന് പറയുന്നത് പോലീസും എക്സൈസും ഈ ലൊക്കേഷനുകളിൽ എത്തിക്കൊണ്ട് ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സിനിമാ മേഖലയെക്കുറിച്ച് തെറ്റായ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു എന്നൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. ഇപ്പോൾ സിനിമാ മേഖലയിലെ പല വിഷയങ്ങളും തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോൾ, ലൈംഗിക അതിക്രമങ്ങൾ അടക്കം പുറത്തു വരുന്ന ഘട്ടത്തിൽ ഇരകൾക്കൊപ്പം എന്ന അവകാശവാദം ഉന്നയിക്കുന്ന അതേ സംഘടനകൾ തന്നെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളവും എക്സൈസിനെ സംബന്ധിച്ചിടത്തോളവും ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അടക്കം അല്ലെങ്കിൽ നടന്മാരുടെ ലഹരി ഉപയോഗ കേന്ദ്രങ്ങളിലടക്കം അവർക്ക് ലഹരി എത്തിക്കുന്ന ആളുകളിലേക്കടക്കം അന്വേഷണം എത്തിക്കുന്നതിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത്. കാരണം ഇവർ ഇത്തരത്തിൽ ആരോപണങ്ങൾ അന്വേഷണ സംഘങ്ങൾക്കെതിരെ ഉന്നയിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കാൻ പ്രധാന കേന്ദ്രങ്ങൾ പലതും രംഗത്ത് വരികയും ചെയ്യുമ്പോൾ തന്നെയാണ് ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ നിലച്ചുപോയത്. അവിടെയാണ് സിനിമയിലെ ഏതാനും ആളുകൾ മാത്രം, അതായത് സിനിമാ മേഖലയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മാത്രം അടങ്ങുന്ന ഏതാനും പേരായിരുന്നു പിടിയിലായിരുന്നത്. ആ കേസുകൾ പലതും ഇത്തരത്തിൽ ലൊക്കേഷനുകളിൽ നടന്ന പരിശോധനകളുടെ ഭാഗമായി ആ അന്വേഷണത്തിൽ കണ്ടെത്തിയതായിരുന്നില്ല. മറിച്ച് വിവിധ സ്ഥലങ്ങളിൽ പോലീസ് മറ്റ് അന്വേഷണ എക്സൈസും അടക്കം നടത്തിയ പരിശോധനകളിലായിരുന്നു അവർ പിടിയിലായിരുന്നത്. അവരെല്ലാവരും തന്നെ നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത് തങ്ങൾ പലരും കരിയർമാരാണ്, തങ്ങൾ പലരും ഇവർക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന ആളുകളാണ്, ബൈക്കിലടക്കം ഈ ലൊക്കേഷനുകളിലേക്ക് തങ്ങൾ പോകാറുണ്ട്, ഇവരെ കാണാനുള്ള സന്ദർശകരെന്ന അല്ലെങ്കിൽ ആരാധകരെന്ന വ്യാജേനയെല്ലാമാണ് അവിടെ എത്താറുള്ളത്. അങ്ങനെ ലഹരി വസ്തുക്കൾ കൈമാറുന്ന പതിവുണ്ട്. പല നടന്മാരും യുവ നടന്മാരിൽ പലരും ഇത്തരത്തിൽ ലഹരിക്ക് അടിമകളാണ് എന്ന കാര്യവും അവർ വെളിപ്പെടുത്തി. എന്നാൽ അത് സംബന്ധിച്ച ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിലേക്കും പിന്നീട് പോലീസ് പോയില്ല. മാത്രമല്ല ഇപ്പോൾ പൂർണ്ണമായും തന്നെ അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം നിലച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ ചില ആരോപണങ്ങൾ വീണ്ടും ഉയരുന്നു, താരങ്ങൾക്കെതിരെ ഉയരുന്നു, ലഹരിയുമായി ബന്ധപ്പെട്ട കൃത്യമായ ആരോപണങ്ങൾ ഉയരുന്നു. പിന്നീട് അവർ പരാതിയിൽ മുന്നോട്ട് കൂടുതൽ പോകുന്നില്ല എങ്കിൽ കൂടി കൃത്യമായ ആരോപണങ്ങൾ. ജിജീഷ്, നേരത്തെ ഒരു പ്രമുഖനായ ഒരു നടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമയിൽ ലഹരി ഉപയോഗം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് തൻ്റെ മകനെ പോലും സിനിമയിൽ വിടാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന്. അത് ആ നടൻ പോലും പറഞ്ഞിട്ട് സംഘടനയ്ക്കുള്ളിൽ നിന്ന് പോലും ഒരു അന്വേഷണം ഉണ്ടായില്ല, അത് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സർക്കാർ തലത്തിൽ വരെ ഈ സംഭവ വികാസങ്ങൾ വന്നിട്ട് പോലും ഒരു അനക്കവുമില്ല. ഇനി അത് അനങ്ങുമെന്ന് തോന്നുന്നുമില്ല അല്ലേ?
രജനി പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടൻ തന്നെയാണ് അത്തരമൊരു കാര്യം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. താൻ എന്തുകൊണ്ട് തൻ്റെ മകനെ സിനിമാ മേഖലയിലേക്ക് വിടുന്നില്ല എന്നതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലഹരിക്ക് അടിമയാകാനോ ലഹരി ഇടപാടുകളുടെ ഭാഗമായി മാറാനോ അവൻ ഉള്ള സാധ്യത ഏറ്റവും അധികമാണ്. കാരണം സിനിമ അത്രയധികം ലഹരി ഇടപാടുകളുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ആ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് അവൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തുടർച്ചയായി ഇത്തരത്തിൽ യുവ നടന്മാരിൽ ചിലരുമായി ലഹരി ഉപയോഗിക്കുന്ന ചില ആളുകളുമായി ഏറ്റവും അടുത്ത് സൗഹൃദം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണെങ്കിൽ മകനും ലഹരിക്ക് അടിമയാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും സിനിമയിലേക്ക് മകനെ പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് പെൺമക്കളെ എന്ത് സാഹചര്യത്തിലാണ് സിനിമാ മേഖലയിലേക്ക് വിടുന്നതിന് വേണ്ടി താരങ്ങളായ രക്ഷാകർത്താക്കൾ പോലും മടിക്കുന്നത് എന്നതുപോലെ തന്നെയാണ് മറുവശത്ത്. ഒരു വശത്ത് ലൈംഗിക അതിക്രമങ്ങൾ ലൈംഗിക ചൂഷണവുമാണ് നിലനിൽക്കുന്നത് എങ്കിൽ മറുവശത്ത് ലഹരിക്ക് അടിമയാക്കാനുള്ള ശ്രമങ്ങൾ ലഹരിക്ക് അടിമയാക്കി മാറ്റിക്കൊണ്ട് ഇതിൻ്റെ വിതരണക്കാരും ഒപ്പം തന്നെ ഇടപാടുകാരും എല്ലാം ആക്കി സിനിമാ മേഖലയിലെ ആളുകളെ മാറ്റിക്കൊണ്ടുള്ള വലിയ ഒരു ലോബിയുടെ പ്രവർത്തനം. അങ്ങനെ ഒരേ സമയം കള്ളപ്പണത്തിൻ്റെയും സ്ത്രീ പീഡനങ്ങളുടെയും ലൈംഗിക അതിക്രമങ്ങളുടെയും ലഹരി ഇടപാടുകളുടെയും കേന്ദ്രങ്ങളായി സിനിമാ മേഖല മാറുന്നു എന്നതിൻ്റെ ആരോപണങ്ങൾ ഏറ്റവും ആദ്യം ഉയർന്നു വന്നത് പുറത്തുനിന്ന് ഒരിടത്തു നിന്നും ആയിരുന്നില്ല, സിനിമയ്ക്ക് അകത്തു നിന്ന് തന്നെയായിരുന്നു. സിനിമയ്ക്ക് അകത്തു നിന്ന് തന്നെ ഉയർന്നു വന്ന ഈ ആരോപണങ്ങളിൽ ഒരു ഘട്ടങ്ങളിൽ പോലും മുൻനിര സംഘടനകൾ ഒന്നും തന്നെ, അത് താരസംഘടനയായ അമ്മയാണെങ്കിലും ഫെഫ്കെ ആണെങ്കിലും സാങ്കേതിക വിദഗ്ധരുടെ സാങ്കേതിക അണിയറ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കെ ആണെങ്കിലും ഒന്നും തന്നെ കൃത്യമായ അന്വേഷണത്തിലേക്ക് ഒരു ഘട്ടത്തിലും കടന്നിട്ടില്ല. പിന്നീട് സിനിമാ മേഖലയെ തകർക്കുന്ന ഒരു വിപത്തായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഈ ലഹരി. ജിജീഷ് തന്നെ മറ്റൊരു വാർത്തയായിട്ട് ഒപ്പം ചേരുന്നുണ്ട്. ഈ പോലീസിന്റെ സ്വർണ്ണവേട്ടകളിൽ കസ്റ്റംസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. കസ്റ്റംസിന്റെ തീരുമാനം കൊച്ചിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് കേസുകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തിന് ചുമതലപ്പെടുത്തും. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. വിവരങ്ങളുമായി വീണ്ടും വിജീഷ് ചേരുകയാണ്. വിജീഷ്, പറയൂ. കൃഷ്ണരാജ്, ഏറ്റവും നിർണായകമായ മറ്റൊരു വിവരം തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ കഴിയുന്നത്. കാരണം വലിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കേട്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തുകളിൽ ഏറ്റവും മിടുക്കനായ പോലീസ് ഓഫീസർ എന്ന നിലയിൽ ആ ഘട്ടങ്ങളിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അവിടെ പോലീസ് പിടികൂടിയ സ്വർണ്ണക്കടത്തുകളിൽ അതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഈ പിടികൂടിയ സ്വർണം പലതും നേരിട്ട് അതേ രീതിയിൽ കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ല. അത് ഉരുക്കിയ ശേഷമാണ് ഇത്തരത്തിൽ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഈ സ്വർണം ഉരിക്കുമ്പോൾ തന്നെ അതിൽ വലിയ ക്രമക്കേടുണ്ട്. അവിടെയാണ് PV അൻവർ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ അടക്കം ആഭ്യന്തര വകുപ്പിന്റെ അടക്കം വിശ്വസ്തനായ PV അൻവർ ഇക്കാര്യത്തിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് സുജിത് ദാസിനെതിരെ ഉയർത്തിയ ആരോപണം അതുതന്നെയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ കൊച്ചിയിൽ ചേർന്ന കസ്റ്റംസ് പ്രിവന്റീവ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിന് തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ജിജീഷ്, ഇത് ആരെ പൂട്ടാൻ എന്നൊരു ചോദ്യമുണ്ട്. കുറെ കൃഷ്ണരാജ്, ഇവിടെ ഈ ഒരു അന്വേഷണത്തിൽ കാരണം നേരത്തെ തന്നെ അവർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കസ്റ്റംസും പോലീസും തമ്മിൽ ഈ കാര്യത്തിൽ വലിയ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉടലെടുത്തിരുന്നു. പല ഘട്ടങ്ങളിലും കസ്റ്റംസിന് നടത്താൻ അധികാരമുള്ള റെയ്ഡുകളും പരിശോധനകളുമായിരുന്നു അവിടെ പോലീസ് നടത്തിയിരുന്നത് പലപ്പോഴും. കാരണം ഈ സുജിത് ദാസ് നേരത്തെ ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന ആളാണ്, കസ്റ്റംസിൽ ഇൻസ്പെക്ടറായിരുന്നു. പിന്നീടാണ് IPS നേടി പോലീസ് സേനയിലേക്ക് അദ്ദേഹം പിന്നീട് മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കസ്റ്റംസിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവിടെ വിവരങ്ങൾ ചോർന്നു കിട്ടുന്നത്, എങ്ങനെയാണ് അവിടെ നിന്നുള്ള നടപടിക്രമങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ സുജിത് ദാസിന് അറിയാം. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു സുജിത് ദാസ് ഈ സ്വർണ്ണക്കടത്തുകളെല്ലാം തന്നെ പുറത്തു വെച്ച് പിടികൂടിയിരുന്നത്. പല ഘട്ടങ്ങളിലും കസ്റ്റംസിന്റെ പരിശോധനയെ മറികടന്ന് പുറത്തു വരുമ്പോൾ അവിടെ പോലീസ് പിടിക്കുന്നു. എന്നാൽ ഈ പോലീസ് പിടിക്കുന്നു എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു കള്ളക്കടത്ത് സ്വർണം ഒരാളുടെ കയ്യിൽ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവരുടെ വീഴ്ച കൊണ്ട് നഷ്ടപ്പെടുന്ന സ്വർണം പോലീസ് പിടിക്കുന്നു എന്നത്
എന്നത് മാത്രമായിരുന്നില്ല അവിടെ വിവാദങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ സ്വർണം അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്ന ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ഈ സ്വർണം ഉരുക്കിയാണ് കോടതിയിൽ നൽകേണ്ടത്. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പണിക്കാരന് നൽകുന്നതിനുള്ള പണം പോലും നൽകാൻ വ്യവസ്ഥയില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഉരുക്കിയ സ്വർണത്തിൽ നിന്ന് ചെറിയ ഒരു പങ്ക് ഈ സ്വർണ്ണപ്പണിക്കാരന് നൽകുന്നു. അതിനുശേഷമാണ് ഈ സ്വർണത്തിന്റെ ഇടപെടലുകളും അതിന്റെ അളവിൽ കുറവ് വരുത്തുന്നതും എല്ലാം എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടിയുമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം വിശദമായ ഒരു അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർ ഒപ്പം തന്നെ അഡീഷണൽ കമ്മീഷണർ, കോഴിക്കോട് അഡീഷണൽ കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് കസ്റ്റംസിന് ലഭിച്ച കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ അന്വേഷണത്തിലേക്ക് ഈ സ്വർണ്ണക്കടത്തുകൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ച് സുജിത് ദാസ് SP ആയിരിക്കെ ശരി ജിജീഷ്, ഈ പോലീസിന്റെ സ്വർണ്ണവേട്ടകളിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് കസ്റ്റംസ്. വലിയൊരു നീക്കമാണ്. ആ വാർത്തയാണ് ബ്രേക്കിംഗ് ആയി ജിജീഷ് നൽകിയത്. പുതിയൊരു വാർത്തയിലേക്കാണ്. ദേശീയതലത്തിലെ വാർത്തയിൽ മുഗൾ ഭരണാധികാരി അക്ബറിനെ പ്രശംസിക്കുന്ന അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കാനൊരുങ്ങി രാജസ്ഥാൻ സർക്കാർ. അധിനിവേശ ശക്തികളായ മുഗളന്മാരെയും ഇവിടുത്തെ രാജാക്കന്മാരെയും താരതമ്യം ചെയ്യുന്നത് രാഷ്ട്രത്തോട് ചെയ്യുന്ന പാപമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിൽവാർ പ്രതികരിച്ചു. ഛത്രപതി ശിവജി, VD സവർക്കർ എന്നിവരെപ്പറ്റി കൂടുതൽ അധ്യായങ്ങൾ ഉൾപ്പെടുത്തുമെന്നും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് രാജസ്ഥാൻ സർക്കാർ വരുത്തുന്ന മാറ്റം? കൃഷ്ണരാജെ, ഈ മുഗളന്മാരുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങൾ, അതായത് അധിനിവേശ ശക്തികളായി രാജ്യത്തെത്തി ഇവിടെ വലിയ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള മുഗൾ ഭരണാധികാരികൾ, അത് ബാബറും അക്ബറും ഒക്കെ തുടങ്ങി ഔറംഗസേബ് ഉൾപ്പെടെ ധാരാളം ആളുകളുണ്ട്. അത്തരം ഭരണാധികാരികളെ പുകഴ്ത്തുന്ന രീതിയിലുള്ള പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങൾ അത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കണം എന്നതാണ് രാജസ്ഥാനിലെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഇക്കാര്യം രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അക്ബറിനെയും മറ്റും പ്രശംസിക്കുന്നത്, അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിച്ച, ഇവിടേക്ക് കടന്നു വന്ന് ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കിയ അക്ബറിനെ പോലുള്ള ആളുകളെ പ്രശംസിക്കുകയും റാണ പ്രതാപിനെ പോലെയുള്ള ഹിന്ദു രാജാക്കന്മാരെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്നത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് എന്നാണ് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഛത്രപതി ശിവജിയെ പോലെയുള്ള ഭാരതത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ശിവജി മഹാരാജാവ്, അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ VD സവർക്കറിനെ പോലെയുള്ള ദേശസ്നേഹികളുടെയും ദേശാഭിമാനികളുടെയും അധ്യായങ്ങൾ കൂടുതലായി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയും വേണം. അതാണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത് എന്ന നിലപാടാണ് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചത്. ഈ വിഷയത്തെപ്പറ്റി പഠിക്കുന്നതിനായി ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് ഗൗതം, ഈ ചരിത്ര വിവരണങ്ങളിലെ വസ്തുത വരും തലമുറ മനസ്സിലാക്കണം എന്ന് തന്നെയല്ലേ രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിലൂടെ പറയുന്നതും? രജനി, അതുതന്നെയാണ്. അതായത് സാധാരണയായി ഈ വിവാദം ഇപ്പോൾ രാജസ്ഥാനിൽ മാത്രം രൂപപ്പെടുന്നതല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ വിഷയം നടക്കുന്നുണ്ട്. BJP സർക്കാരുകൾ വിശദീകരിക്കുന്നത് അധിനിവേശം നടത്തി ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കുകയും പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് ജസിയ പോലെയുള്ള നികുതികൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഭരണാധികാരികളാണ് മുഗളന്മാരും, അതല്ലെങ്കിൽ അതിന് മുൻപ് വന്നിട്ടുള്ള ഗസ്നിയും ഗോറിയും ഡൽഹി സുൽത്താനേറ്റും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തെ കടന്നു വന്ന് ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും അതല്ലെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തെ ദ്രോഹിക്കുകയും ചെയ്ത ആളുകളെ പ്രൈസ് ചെയ്യുന്ന പാഠങ്ങൾ അല്ലെങ്കിൽ അത്തരം അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്നത് BJP സർക്കാരുകളുടെ പ്രഖ്യാപിതമായ നയമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ BJP സർക്കാരുകൾ ഈ പാഠപുസ്തകങ്ങളിൽ നിന്നും ഈ മുഗൾ ഭരണാധികാരികളെയും മറ്റും പുകഴ്ത്തുന്ന അത്തരം ചാപ്റ്ററുകൾ ഒഴിവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കും. ശരി ഗൗതം, മറ്റു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. ബ്രൂണൈയിൽ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തും. ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ തത്സമയമായി കാണുന്നുണ്ട്. അതായത് അദ്ദേഹം അവിടേക്ക് പുറപ്പെടുകയാണ്. നാളെ വൈകിട്ട് ബ്രൂണൈയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകും. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുകയാണ് ലക്ഷ്യം. ഗൗതമിലേക്ക് തന്നെ പോകുന്നു. ഗൗതം, ഒരു വലിയ
സന്ദർശനം കഴിഞ്ഞ്, അതായത് ലോകം ചർച്ച ചെയ്ത ഒരു സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങി വന്നിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. വീണ്ടും ഒരു യാത്ര. പറയൂ. കൃഷ്ണരാജ്, ഇപ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം 3 ദിവസത്തെ വിദേശ പര്യടനത്തിനായി ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി 2 രാജ്യങ്ങളാണ് ഈ വരുന്ന 3 ദിവസങ്ങൾക്കകത്ത് സന്ദർശിക്കുക. ഒന്ന് ബ്രൂണോയിയാണ്, അതിനുശേഷം അദ്ദേഹം സിംഗപ്പൂരിലേക്കും യാത്ര ചെയ്യും. ബ്രൂണോയിൽ 2 ദിവസത്തെ പര്യടനമാണ് അദ്ദേഹം നടത്തുക. പ്രത്യേകിച്ച് ആക്ട് ഈസ്റ്റ് പോളിസിയുമായൊക്കെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ബ്രൂണോയ് സന്ദർശനം വളരെയധികം നിർണായകമാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ വിശദീകരിച്ചത്. അവിടെ അദ്ദേഹം ബ്രൂണോയ് സുൽത്താൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം അവിടേക്ക് എത്തുകയാണ്. ഭാരതത്തിൽ നിന്നും ആദ്യമായാണ് പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരു വ്യക്തി ബ്രൂണോയ് സന്ദർശിക്കുന്നത്. മാത്രമല്ല ഏതാണ്ട് 14,000-ത്തിലധികം ഭാരതീയർ അവിടെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ നേഴ്സിംഗ് തുടങ്ങിയ മേഖലകളിൽ ഈ 14,000-ത്തോളം ഭാരതീയർ പ്രവർത്തിക്കുന്നു. അതിൽ വലിയൊരു ഭൂരിപക്ഷം മലയാളികളും തമിഴ് വിഭാഗക്കാരും ഒക്കെ ഉണ്ട്. അതിനാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ബ്രൂണോയ് സന്ദർശനം വലിയ ആകാംക്ഷയോടുകൂടിയാണ് അവിടുത്തെ ഇന്ത്യക്കാർ, അവിടെ വിവിധ തൊഴിലിലും മറ്റും ഏർപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാർ നോക്കിക്കാണുന്നത്. അതിനുശേഷം അദ്ദേഹം സിംഗപ്പൂരിലേക്ക് യാത്ര തിരിക്കും. സിംഗപ്പൂർ പര്യടനം 4-5 തീയതികളിലാണ്. സിംഗപ്പൂരിൽ അദ്ദേഹം സിംഗപ്പൂർ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 2018-ലാണ് അവസാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്തിട്ടില്ല. എന്നാൽ പ്രധാനമന്ത്രിയുടെ 5ാമത്തെ സിംഗപ്പൂർ പര്യടനമാണ് ഈ നടക്കുന്നത്. ഭാരതവുമായി മികച്ച ബന്ധമുള്ള വാണിജ്യ വ്യവസായ രംഗത്തും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലുമെല്ലാം മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സിംഗപ്പൂർ. അതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിന് ആ നിലയിലുള്ള പ്രാധാന്യവുമുണ്ട്. എന്തായാലും 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം അവസാനമായി നടത്തിയ വിദേശ സന്ദർശനം നമുക്കറിയാം, അത് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ നേടിയ ഒരു പര്യടനമായിരുന്നു. അത് ഇപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്ന യുക്രൈനിലേക്കാണ് പ്രധാനമന്ത്രി അവസാനമായി യാത്ര നടത്തിയത്. പോളണ്ട് യുക്രൈൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രിക്ക് വലിയ തോതിലുള്ള പ്രശംസ നേരുന്ന സാഹചര്യമുണ്ടായി. കാരണം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു യാത്ര നടത്തിയത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ റഷ്യൻ പര്യടനവും പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതിനാൽ ഒരു ചരിത്രപരമായ വിദേശ പര്യടനത്തിന് ശേഷം ഡൽഹിയിലെത്തി. അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും അദ്ദേഹം 2 ചെറു രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വീണ്ടും യാത്ര തുടങ്ങുന്നത്. അതായത് അന്ന് ഈ വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത് അങ്ങേക്ക് കഴിയും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്നാണ്. അതായത് ഒരു വേൾഡ് ലീഡർ എന്ന തലത്തിലേക്ക് നരേന്ദ്രമോദി ഉയർന്നുവന്ന് മറ്റു രാജ്യങ്ങൾ ഉറപ്പായും സമ്മതിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. യുക്രൈൻ പറയാൻ മാത്രമല്ല, അവരുടെ താൽക്കാലികം അവർ വെടിനിർത്തി. മോദി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് വരെ പോയി. ഈ സന്ദർശനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ഇപ്പോൾ വലിയ 2 സന്ദർശനങ്ങൾ കഴിഞ്ഞ് ലോകം ചർച്ച ചെയ്തു. ഇപ്പോൾ ഈ 2 രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഗൗതം? കൃഷ്ണരാജ്, ബ്രൂണോയ് സന്ദർശനത്തിന്റെ കാരണം എന്നത് അവിടുത്തെ സുൽത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് 2018-ലെ ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിന്റെ പ്രധാനപ്പെട്ട മുഖ്യ അതിഥി എന്നത് ബ്രൂണോയ് സുൽത്താൻ ആയിരുന്നു. അന്ന് മുതൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം അവിടേക്ക് പോകുന്നത്. അതിന് നയതന്ത്രപരമായ പ്രാധാന്യമുണ്ട് എന്നതാണ് ഇതോടൊപ്പം നമ്മൾ അടിവരയിട്ട് പറയേണ്ടത്. കാരണം പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങൾ വലിയ ഭീഷണി നമ്മുടെ വിവിധ മേഖലകളിൽ ഉയർത്തുന്ന ഘട്ടത്തിൽ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളെ, ചെറുതും വലുതുമായ രാജ്യങ്ങളെ ഒപ്പം നിർത്തേണ്ട സാഹചര്യം നമുക്കുണ്ട്. അത് നയതന്ത്രപരമായി അത്തരം നീക്കങ്ങൾ നടത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആക്ട് ഈസ്റ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ബ്രൂണോയ് സന്ദർശനത്തെ കാണണം എന്നാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ബ്രൂണോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 40 വർഷം നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. പക്ഷേ അവിടേക്ക് ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിമാർ ആരും തന്നെ സന്ദർശനം നടത്തിയിരുന്നില്ല. ആദ്യമായാണ്
ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത്. പക്ഷേ 40 വർഷമായി ഭാരതവുമായി വിവിധ മേഖലകളിൽ സഹകരിക്കുന്ന ഒരു ചെറു ദ്വീപാണ് ബ്രുണോയ് എന്നത്. സ്വാഭാവികമായും അത്തരം ദ്വീപ് രാഷ്ട്രങ്ങളെ കൂടി ഉൾക്കൊള്ളണം എന്ന സന്ദേശം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ഈ യാത്രയിലൂടെ നൽകുന്നു എന്നുള്ളതാണ്. സിംഗപ്പൂരുമായി നമുക്കറിയാം, സിംഗപ്പൂരുമായിട്ടുള്ള നയതന്ത്രപരമായ ബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാത്രമല്ല സിംഗപ്പൂർ എന്ന രാജ്യവുമായി ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു അഭേദ്യമായ ബന്ധമുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം ആളുകൾ സിംഗപ്പൂരിലേക്ക് എത്തുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി പദവികളിൽ പോലും പലപ്പോഴും എത്തുന്നത് ഭാരതീയരായിട്ടുള്ളതാണ്, ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളാണ്. അതിനാൽ ഭാരതവും സിംഗപ്പൂരും തമ്മിലുള്ളത് അഭേദ്യമായ ബന്ധം, അത് ഡിപ്ലോമാറ്റിക് ബന്ധത്തിന് അപ്പുറത്തുള്ള ഒരു മാനസികമായ ഐക്യം ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുണ്ട് എന്നതുകൂടി നമ്മൾ എടുത്തു കാണണം. അതിനാൽ സിംഗപ്പൂർ സന്ദർശനത്തിനും ആ രീതിയിലുള്ള പ്രാധാന്യമാണ് ലോകരാഷ്ട്രങ്ങൾ നൽകുന്നത്. ശരി ഗൗതം, ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം പ്രകാശ് മേൽക്കോട്ടി പറയുന്നത് ഓരോ സന്ദർശനത്തിന്റെ പിന്നിലും വലിയ ലക്ഷ്യമുണ്ട്. മറ്റു രാഷ്ട്രങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം അത് ഊട്ടി ഉറപ്പിക്കൽ കൂടെയാണ് ഓരോ സന്ദർശനത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശരി, ഏതായാലും പ്രധാനമന്ത്രി പുറപ്പെട്ടു കഴിഞ്ഞു, യാത്ര തിരിച്ചു കഴിഞ്ഞു. അല്പം മുമ്പ് അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞ് ആദ്യത്തെ 3-4 മിനിറ്റ് രജനി ഒറ്റയ്ക്കാവും ഉണ്ടാവുക. ഇല്ലെങ്കിൽ പ്രേക്ഷകർ പറയും ഇന്നസെന്റ് പറഞ്ഞ പോലെ ഡബിള് എന്ന്. കൃഷ്ണരാജ് ചെറിയൊരു ഇടവേളയ്ക്കായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ കളിയാവേശം മറക്കാനാകില്ല. അതായത് കാര്യവട്ടത്തെ കളിയാവേശം തുടങ്ങിയിരിക്കുന്നു. ഓരോ കായിക പ്രേമികളുടെ മനസ്സിലും കളിയാവേശമാണ്. ആ വാർത്തയിലേക്കാണ്. കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യ ദിനത്തെ 2ാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിന് വിജയം. മഴ 2 തവണ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ VJD മെത്തേഡ് പ്രകാരമാണ് വിജയം തീരുമാനിച്ചത്. ട്രിവാൻഡ്രം റോയൽസിന് വേണ്ടി ക്യാപ്റ്റൻ അബ്ദുൾ ബാസിദ് 4 ഓവറിൽ 12 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് സ്വന്തമാക്കി. ബാസിദാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. സിനിമയേക്കാൾ ക്രിക്കറ്റിനോടായിരുന്നു പാഷൻ എന്ന് സംവിധായകനും കേരള ക്രിക്കറ്റ് ലീഗിലെ ട്രിവാൻഡ്രം റോയൽസ് ഉടമയുമായ പ്രിയദർശൻ ജനം ടിവിയോട് പറഞ്ഞു. യുവതാരങ്ങൾക്ക് IPL-ലേക്കുള്ള വഴിയൊരുക്കലാണ് കേരള ക്രിക്കറ്റ് ലീഗ്. ടീം ഉടമയെന്ന നിലയിൽ കളി കാണുമ്പോൾ സിനിമയുടെ ത്രിൽ അനുഭവിക്കുന്നുണ്ടെന്നും പ്രിയദർശൻ പറഞ്ഞു. ജനം എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിന് തുടക്കമായിരിക്കുകയാണ്. ഒരു പിടി യുവതാരങ്ങൾ അവരുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വേദിയായി കാര്യവട്ടം മാറുന്നു. നമുക്കൊപ്പം തലസ്ഥാനത്തെ ക്രിക്കറ്റ് ടീം, ഹോം ടീമിന്റെ ഉടമകളിൽ ഒരാളായ പ്രിയദർശൻ സാർ ഒപ്പം ചേരുകയാണ്. സാർ, ക്രിക്കറ്റിലൂടെയാണ് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത്, അതിലൂടെയാണ് വലിയൊരു സംവിധായകനായി മാറുന്നത്. ഇപ്പോൾ വീണ്ടും ക്രിക്കറ്റിനൊപ്പം നിൽക്കുന്നു, എന്തു തോന്നുന്നു? അല്ല, തീർച്ചയായിട്ടും ക്രിക്കറ്റ് എൻ്റെ എല്ലാ കാലത്തെ ആദ്യത്തെ പാഷനായിരുന്നു. സിനിമ 2ാമത്തെ പാഷനായതേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഞാൻ മനോരമയിലുമൊക്കെ ഞാൻ ക്രിക്കറ്റിൻ്റെ കോളംസ് എഴുതിയിരുന്നതാണ്, ക്രിക്കറ്റ് ഫോളോ ചെയ്തിരുന്നതാണ്. പക്ഷേ നല്ല കാലം ഞാനൊരു എന്താ പറയുക, ഒരു കോളേജ് ലെവലിലൊക്കെ ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാൾ മാത്രമാണ്. ഒരു വലിയ ടോപ്പ് ആൻഡ് ക്രിക്കറ്ററൊന്നും അല്ലായിരുന്നു. എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത്, എൻ്റെ ആദ്യത്തെ ആഗ്രഹം ഒരു IPL ടീമിന് വേണ്ടി ശ്രമിക്കണം എന്നത് നടന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊരു കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു ടീം, അതും ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തിൻ്റെ ടീം ഓൺ ചെയ്യുന്നൊരു അഭിമാനം തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു സംഭവം വെച്ചാൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ത്രില്ലിംഗ് ആയിട്ട് ഞങ്ങൾ ആദ്യത്തെ സീസൺ ഇപ്പോൾ തുടങ്ങുകയാണ്. ഈ സീസണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും കൊണ്ട് ഗവൺമെൻറ് ഉൾപ്പെടെ പല ഓണാഘോഷങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിലും ഞങ്ങളിതിനെ ഒരു അത്യാവശ്യം ഒരു ഓണാഘോഷമായിട്ട് തിരുവനന്തപുരത്തുകാർക്ക് കാണാം, ഫ്രീ ആയിട്ട് കാണാം, എൻജോയ് ചെയ്യാം, ടീമുകൾക്കൊപ്പം നിൽക്കാം. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റിലീജിയനായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ. മാത്രമല്ല ഇതിൻ്റെ മെയിൻ ഉദ്ദേശം വെച്ചാൽ കേരളത്തിലെ കാണാതെ കിടക്കുന്ന മുത്തുകൾ എന്ന് പറയുന്ന ക്രിക്കറ്റേഴ്സിന് ഇതൊരു അവസരമാണ്. പക്ഷേ ഇനി IPL-ന്റെ ഒരു ബേസ് പോലും ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ടൂർണമെന്റുകൾ, അത് ഇവിടെ മാത്രമല്ല, തമിഴ്നാട്, കർണാടക, പഞ്ചാബ്, ബംഗാൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് ഇത് തന്നെ. ഇതിൽ നിന്ന് ഏറ്റവും മിടുക്കന്മാരായി വരുന്ന പ്ലെയേഴ്സിനെ ആയിരിക്കും IPL പ്രിഫർ ചെയ്യുക. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒളിഞ്ഞു കിടക്കുന്ന ടാലൻറ്റുകൾ പുറത്തു വരട്ടെ. ആൻഡ് അത്
കേരള ക്രിക്കറ്റിന് ഒരുപാട് ഗുണമുണ്ടാവട്ടെ. ഇതാണ് ശരിയായ ഒരു ഉദ്ദേശം. അത് മാത്രമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഈവൻ ജനങ്ങൾ ഇത് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ടിക്കറ്റുകൾ പോലും നമ്മൾ ഫ്രീ ആക്കിയത്. ആർക്കും വന്ന് കാണാം, ആർക്കും കൈയടിക്കാം. കൂട്ടുകാരോടൊപ്പം കുടുംബത്തോടൊപ്പം ഒരു ഓണം ആഘോഷിക്കാൻ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് കറക്റ്റായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ IPL ടീം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പ്രിയദർശൻ ഒരു കേരളത്തിന് വേണ്ടി ഒരു IPL ടീം കൊണ്ടുവരും. ഒരു IPL ടീം സ്വന്തമായിട്ടുണ്ടാക്കാനുള്ളൊരു സാമ്പത്തിക ശേഷിയൊന്നുമില്ല. പക്ഷേ ഒരു കൺസോർഷ്യമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് പോട്ടെ, പല കാര്യവും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കില്ലല്ലോ. പക്ഷേ ഒരു ചെറിയ ലെവലിലെങ്കിലും, അതിനെക്കാട്ടിലും ഒരു ചെറിയ ലെവലിലെങ്കിലും ഒരു IPL B എന്ന് പറയാം, B ഡിവിഷൻ എന്ന് പറയുന്നതാണ് KCL. അത് നടക്കട്ടെ. അത് നടന്നതിൽ സന്തോഷമുണ്ട്. ഒരു ടീം ഉടമയായിരുന്ന് കളി കാണുമ്പോൾ എന്ത് തോന്നുന്നു? നല്ല ടെൻഷനാണ്. ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവല്ലോ. ഒരു സിനിമ കാണുന്ന ത്രില്ലാണ്. ഇത് എവിടെ അവസാനിക്കും, എങ്ങനെ അവസാനിക്കും, അത് ഒരു ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. വളരെ നന്ദി സാർ. ഇനി ഗാലറിയിലിരുന്ന് കളി കണ്ട് ശീലിച്ചു നിന്ന് ടീം ഉടമയായി കളി കാണാനെത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് തെന്നിന്ത്യൻ സൂപ്പർ താരമായ കീർത്തി സുരേഷ് ജനടിവിയോട് പറഞ്ഞിരിക്കുന്നത്. വനിതാ ക്രിക്കറ്റിന്റെ അംബാസഡർ ആകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. ക്രിക്കറ്റിനോട് സ്കൂൾ കാലം മുതൽക്കേ അടുപ്പമുണ്ടെന്നും ട്രിവാൻഡ്രം റോയൽസ് സഹ ഉടമ കൂടിയായ കീർത്തി പറഞ്ഞു. അതിൽ കൂടെ നമുക്ക് നോക്കാം. ട്രിവാൻഡ്രം റോയൽസിന്റെ മറ്റൊരു ഉടമ, തെന്നിന്ത്യയിലെ സൂപ്പർ താരം, ഏവർക്കും പ്രിയപ്പെട്ട കീർത്തി സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കീർത്തി, ഒരു ടീം ഉടമ എന്ന നിലയിൽ ഇരുന്ന് കളി കാണുമ്പോൾ എന്താണ് ഫീൽ? ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇതുവരെ കളി കണ്ടിട്ടുള്ളത്, ഒരു ഓഡിയൻസ് ആയിട്ട്. ഇന്നൊരു ടീമിൻ്റെ ഓണർ എന്നുള്ള നിലയിൽ കാണുമ്പം അതൊരു വേറൊരു സന്തോഷം തന്നെയാണ്. ആൻഡ് മാത്രമല്ല, പ്രിയനങ്കളായിട്ടാണ് ഒരു 10-11 വർഷം മുമ്പ് സിനിമയിൽ തുടങ്ങിയത്. നേരെ ഒരു 10-11 വർഷം കഴിയുമ്പം ഞങ്ങൾ ക്രിക്കറ്റിൽ ഒന്നിക്കുകയാണ്. അപ്പം അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ സിനിമയാണോ ക്രിക്കറ്റാണോ ത്രില്ലായിട്ട് തോന്നുന്നു? സിനിമയാണ് എൻ്റെ ജോലി, സിനിമയാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് ക്രിക്കറ്റും കൂടിയാണ്. അത് വനിതാ ക്രിക്കറ്റിൻ്റെ ഒരു അംബാസഡർ കൂടിയാണ്. ഇപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് 2020 വേൾഡ് കപ്പ് ടീമിൽ 2 പേര്, ഒരാൾ തിരുവനന്തപുരത്ത് നിന്നാണ്, മറ്റൊരാൾ കൂടി വരുന്നു. അപ്പോൾ ഇതൊക്കെ നൽകുന്ന പ്രചോദനം എന്താണ്? ഒത്തിരി സന്തോഷമുണ്ട്. അതായത് നമ്മളിപ്പം ആശാ ശോഭനായാലും സജ്നായാലും മിന്നു എല്ലാവരും കേരളത്തിൽ നിന്നുള്ള മിടുക്കികളാണ്. അപ്പം ഇവരൊക്കെ ഈ ഒരു നിലയിലെത്തുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇവർ മാത്രമല്ല, ഇവരൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാണ് മറ്റുള്ള കുറേ സ്ത്രീകൾക്കും. അപ്പം ഇത് ഇനിയും വളരണം, ഈ വലിയ നിലയിലെത്തണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിരവധി പെൺകുട്ടികൾ ക്രിക്കറ്റ് മൈതാനത്തേക്ക് വരുന്നു, അവരുടെ മികവ് തെളിയിക്കുന്നു. ഇപ്പോൾ ഒരു പാഷനാക്കി അവരും അതിനെ എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സുവർണ്ണ കാലത്തിലാണ് കീർത്തി അതിൻ്റെ അംബാസഡറായി വരുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ ക്രിക്കറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിയത് സ്കൂൾ മുതലേ ഉണ്ട്. ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്, പട്ടത്താണ്. അപ്പം അവിടെ ഞങ്ങളൊരു 12th പഠിക്കുമ്പോഴാണ് വിമൻസ് ക്രിക്കറ്റ് തുടങ്ങുന്നത്. അപ്പം ഈ KVൻ്റെ മാച്ചസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്ന് മുതലേ തുടങ്ങിയ ഒരു ഇഷ്ടമാണ് ക്രിക്കറ്റിനോട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇങ്ങനെ ഇത്രയും ദൂരം എത്തി, ഇത്രയും ഇതൊക്കെ കാണുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. വളരെയധികം നന്ദി. തിരക്കാണ്, പക്ഷേ ക്രിക്കറ്റ് ഒരു സന്തോഷം തരുന്ന ഗെയിമാണ്. അതുകൊണ്ട് കീർത്തിയെ ഇവിടെ കാണാനായതിൽ വളരെ സന്തോഷം, അഭിമാനം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ഇങ്ങനെ അദാനി ട്രിവാൻഡ്രം റോയൽസ് ടീമിൻ്റെ ഓണർ ആവാൻ സാധിച്ചതിൽ. പിന്നെ KC ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിയാണ് ഇത്, കേരള ക്രിക്കറ്റ് ലീഗ്. ആൻഡ് എല്ലാവരും ഇവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വന്ന് കാണണം. ഈ ടിക്കറ്റ്സ് ഒക്കെ ഫ്രീ ആണ്. സോ എല്ലാവരും വന്ന് കാണാൻ, സപ്പോർട്ട് ചെയ്യുക. ശരി, ഒരു ഉടമ എന്ന നിലയിൽ മാത്രമല്ല, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് കീർത്തിയുടെ ഈ പ്രതികരണം. വളരെയധികം സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നു. ശരി, എന്തായാലും കീർത്തിയോട് കുഴപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കൃഷ്ണരാജ് ചോദിച്ചത്. കാരണം സിനിമയാണോ ക്രിക്കറ്റാണോ പാഷൻ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പറഞ്ഞത് സിനിമയാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ ക്രിക്കറ്റിലും ആരാധന ഉണ്ട് എന്നാണ്. എന്നാലും അനീഷ് കാട്ടാക്കട പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒപ്പം കൃഷ്ണരാജനെയും കണ്ടാണല്ലോ. ഇനി നിഖിൽ കൂടെ ചേർന്നിട്ടുണ്ട് ഈ KCL വിശേഷങ്ങളൊക്കെ ആയിട്ട്. പരാജയപ്പെട്ടെങ്കിലും തൃശ്ശൂർ ടൈറ്റൻസിന് വേണ്ടി മികച്ച
ബൗളിംഗ് പ്രകടനം പുറത്തെടുത്ത താരമാണ് MD നിതീഷ്. KCLിലൂടെ IPLിലേക്ക് പ്രവേശിക്കുകയാണ് ലക്ഷ്യമെന്നും അത് സാധിക്കുമെന്നും അക്ഷയ് ജനം ടിവിയോട് പറഞ്ഞു. കാര്യവട്ടത്ത് നിന്ന് നിഖിൽ കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂർ ടൈറ്റൻസിന് വേണ്ടി മികച്ച രീതിയിൽ പന്തെറിഞ്ഞ നിതീഷാണ് നമ്മുടെ കൂടെയുള്ളത്. നിതീഷ് മികച്ച രീതിയിൽ തന്നെ പന്തെറിയാൻ സാധിച്ചു, 2 വിക്കറ്റുകൾ നേടാൻ സാധിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഒരു മത്സരം? വളരെ നല്ലൊരു മാച്ചായിരുന്നു. കാരണം നമ്മളെപ്പോലുള്ള പ്ലേയേഴ്സിന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പ്ലേയേഴ്സിന് ഇങ്ങനെ വലിയൊരു സ്റ്റേജ് കിട്ടാൻ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിച്ചത് തന്നെ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും നല്ലൊരു തുടക്കം തന്നെയാണ് നമ്മുടെ പ്ലേയേഴ്സ്, നമ്മുടെ ടീമിന് ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. കാരണം എന്താ പറയുക, സ്റ്റേഡിയത്തിൽ ലൈറ്റ്സിലും ഒക്കെ കളിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏതൊരു പ്ലെയർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ KCക്ക് വലിയൊരു താങ്ക്സ്. സ്റ്റാർ സ്പോർട്സ് പോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ടെലികാസ്റ്റ് ചെയ്ത ഒരു മത്സരം, ആ ഒരു മത്സരത്തിൽ 2 വിക്കറ്റുകൾ, പ്രധാനപ്പെട്ട 2 വിക്കറ്റുകൾ നേടാൻ സാധിച്ചു. തീർച്ചയായും അത് എന്താ പറയുക, ഏതൊരു ബോളറും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ ടീമിന് വേണ്ട സമയത്ത് വിക്കറ്റുകൾ എടുത്ത് കൊടുക്കുക എന്നുള്ളത്. അത് ദൈവം സഹായിച്ച് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. എന്നിരുന്നാൽ തന്നെ നമുക്ക് ജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം മാറി നിർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇത്ര നാൾ നമ്മൾ കഴിഞ്ഞൊരു 10-15 ദിവസമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ടീമിൻ്റെ കോച്ചസും എല്ലാവരും ഡിസ്കസ് ചെയ്ത പ്ലാൻസ് എല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ഒരു പരിധിവരെ നമുക്കത് വിജയത്തിലെത്താൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്? തീർച്ചയായും ഇനിയിപ്പോൾ നാളെ നമുക്ക് റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായും ഭയങ്കര എക്സൈറ്റഡ് ആണ് അടുത്ത മാച്ചുകളിന് വേണ്ടിയിട്ട്. കാരണം T20 നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കളിക്കുന്നത്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു മത്സരത്തിനിടയ്ക്ക് സ്റ്റാർ സ്പോർട്സിൻ്റെ കമൻറ്റിൽ നിതീഷിൻ്റെ ബോളിങ്ങിനെ പറ്റി വളരെ പ്രശംസനീയമായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അവർ വളരെ പ്രശംസിച്ച് പറഞ്ഞിരുന്നു സ്റ്റാർ സ്പോർട്സിൻ്റെ കമൻറ്റേറ്റർമാർ. ദൈവാനുഗ്രഹം, അത് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽ കുമാർ, ജനം. പ്രേക്ഷകരെ, കൃഷ്ണരാജ് ഒരിടത്തും പോയിട്ടില്ല, അത് വന്നിട്ടുണ്ട്. ക്രിക്കറ്റിന്റെ ഞാനങ്ങോട്ട് മാറി നിന്നാണ്. ഇന്നലെ ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 2 എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടി. അതായത് കേരള ടീമിൻ്റെ, തിരുവനന്തപുരം ടീമിൻ്റെ ഉടമ, വനിതാ ക്രിക്കറ്റിൻ്റെ അംബാസിഡർ കീർത്തി സുരേഷിനെയും സംവിധായകൻ കൂടിയായ പ്രിയദർശിനെയും കിട്ടിയത്. അപ്പോൾ ആ ഒരു വാർത്ത ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ലല്ലോ, അതുകൊണ്ട് അതിലേക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട്, സിനിമയാണോ പാഷൻ കീർത്തിയോട്? അപ്പോൾ മറ്റേ അദ്ദേഹം പ്രിയദർശൻ പറഞ്ഞത് സിനിമയാണ് കൂടുതൽ ഇഷ്ടം, അതല്ല ക്രിക്കറ്റാണ് ഇഷ്ടം, പിന്നീടാണ് എനിക്ക് സിനിമ, ഇപ്പോൾ സിനിമയാണ് എന്ന് അദ്ദേഹം കൃത്യമായി അതിനെ നിർവഹിക്കേണ്ടത്. അപ്പോൾ ഒരു വാർത്ത കൂടി ബാക്കിയുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയ താരമാണ് തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ അക്ഷയ് മനോഹർ. വളരെ വലിയൊരു അവസരമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് മത്സരശേഷം അക്ഷയ് ജനം ടിവിയോട് പറഞ്ഞു. കാര്യവട്ടത്ത് നിന്ന് നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ തൃശ്ശൂർ ടൈറ്റൻസിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ അക്ഷയ് മനോഹറാണ് നമ്മുടെ കൂടെയുള്ളത്. അക്ഷയ്, ഇന്നത്തെ ഒരു മത്സരം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ അർദ്ധ സെഞ്ചുറി പ്രകടനത്തെ എങ്ങനെ നോക്കി കാണുന്നു? നല്ലൊരു മാച്ചായിരുന്നു. ഞങ്ങളുടെ പ്ലേയേഴ്സ് എല്ലാം നന്നായിട്ട് ചെയ്തു, പക്ഷേ ഞങ്ങളുടെ സൈഡിലോട്ട് കളി വന്നില്ല, അത് സീനില്ല. പിന്നെ എൻ്റെ ബാറ്റിംഗ് പറയുകയാണെങ്കിൽ ആദ്യം കുറച്ച് വിക്കറ്റ് പോയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വിക്കറ്റിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ബാറ്റ് ചെയ്തത്. അപ്പോൾ അവസാനം ഒരു 20 ഓവർ ഫുള്ള് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടീമിനെ എനിക്കൊരു 150-160 മേളിൽ എത്തിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് വിക്കറ്റ് അത്യാവശ്യം നേരെ ആയിരുന്നു വരുന്നത്. അപ്പോൾ ജസ്റ്റ് ബോളിൻ്റെ ലൈനിൽ അടിച്ചു കഴിഞ്ഞാൽ പോകും, നല്ല വിക്കറ്റാണ് ഇവിടുത്തെ എല്ലാം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കളിച്ചതാണ്. KCL ഒരു ടൂർണമെൻറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഒരു എക്സ്പോഷർ നൽകുന്നുണ്ട്? പിന്നെ ഓഫ് കോഴ്സ് ഭയങ്കര എക്സ്പോഷറാണ്. കാരണം സ്റ്റാർ സ്പോർട്സ് 1 ആണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തെ എല്ലാവരും മാച്ചസ് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സ്കൗട്ട്സ് ആണെങ്കിലും ആരൊക്കെ ആണെങ്കിലും മാച്ചസ് കാണുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വലിയൊരു എക്സ്പോഷറാണ്. അപ്പോൾ എന്തായാലും ആദ്യ മത്സരത്തിൽ തൃശ്ശൂർ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും മികച്ച പ്രകടനം തന്നെ ആണ് അക്ഷയ് പുറത്തെടുത്തത്. വരും മത്സരത്തിൽ ഒരു ടീമിന് വിജയം ആശംസിക്കുകയാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും നിഖിൽ കുമാർ, ജനം. നിഖിൽ കുമാർ ഭയങ്കര ത്രില്ലിലാണ്. അല്ല, ഈ പുതിയ കളിക്കാരൊക്കെ നമുക്ക് ശരിക്കും ഒരു ബേസ് ഉള്ളത് രഞ്ജി ട്രോഫിയിലേക്ക് എങ്ങനെ കയറാൻ പറ്റും എന്നുള്ള, അല്ലെങ്കിൽ ഡിവിഷൻ മാച്ചസ് ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അറിയപ്പെടാത്ത കളിക്കാർക്ക് അറിയപ്പെടുന്നവർക്കൊപ്പം കളിക്കാൻ അവസരം. ഇപ്പോൾ സഞ്ജു സാംസൺ മാത്രമാണ് ഇതിൽ പ്രധാനപ്പെട്ട കളിക്കാരനായി കളിക്കാനില്ലാത്തത്. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കൊപ്പം കളിക്കാൻ, ആ ടീമിനെ നയിക്കാൻ. ഇപ്പോൾ വരുൺ നായനാർ എന്നൊരു താരമുണ്ട്. ആ യുവതാരമാണ് ആ ടീമിൻ്റെ ഐക്കൺ. ഏതാ? ഈ തൃശ്ശൂർ ടീമിൻ്റെ തന്നെ. അപ്പോൾ കുറേ പേർക്ക് അനുഭവ സമ്പത്ത് കൂട്ടുന്ന, മത്സര പരിചയം കൂട്ടുന്ന, അതിലൂടെ ഇതിൽ നോട്ട് ചെയ്യപ്പെടും. ഇപ്പോൾ ഇന്നലെ അസറുദ്ദീൻ 92 റൺസ് അടിച്ചു. മുഹമ്മദ് അസറുദ്ദീൻ ഉറപ്പായി നോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ബാംഗ്ലൂർ ടീമിൽ ഉണ്ട് താനും. നോട്ട് ചെയ്യപ്പെട്ടു. എന്താ?
ഇനി ഇയാൾ കളിക്കാൻ യോഗ്യനാണ്. വളരെ ക്ലാസി ഷോട്ട്സ് ആയിരുന്നു. അപ്പോൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഇനി മറ്റു താരങ്ങൾക്ക് ഇതൊരു അവസരം. അപ്പോൾ അവർക്കതൊരു ഊർജ്ജമാകും. അവർ തങ്ങളുടെ പരമാവധി പ്രകടനം അവിടെ പുറത്തെടുക്കും. പറഞ്ഞത് പുതിയ താരങ്ങൾക്ക് IPL. പിന്നെ മറ്റൊരു കാര്യം പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, ഇന്നലെ പ്രിയദർശൻ നമ്മളോട് പറഞ്ഞതാണ്, ഇതൊരു ഇൻ്റർനാഷണൽ മാച്ചിന് തുല്യം, ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. IPLൻ്റെ ഒരു ലൈറ്റ് ആണ്. IPL വലിയ ബൃഹത്തായൊരു ടൂർ ലീഗാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. എന്നാൽ പോലും കേരളത്തിലെ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ പോരാട്ടം സൗജന്യമാണെന്ന് പ്രേക്ഷകർ മറക്കരുത്. അവിടെ പ്രവേശനം സൗജന്യമാണ്. എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങൾ പ്രത്യേകം എടുത്തു പറയണമെന്ന് അദ്ദേഹം ഇന്നലെ ഇൻ്റർവ്യൂവിനിടെ നമ്മളോട് പറഞ്ഞിരുന്നു. ഉറപ്പായും പ്രേക്ഷകർ, തിരുവനന്തപുരത്തുകാർ ഉറപ്പായും, മറ്റുള്ളവർ വരാൻ പറ്റുന്നവരെല്ലാം തീർച്ചയായും എത്തണം. അവിടെ ഗാലറിയിൽ ഇരുന്ന് ആവോളം ആസ്വദിച്ച് നിങ്ങൾ അതാണ് പ്രിയദർശൻ ചൂണ്ടിക്കാട്ടൊരു കാര്യമാണ്. ഓണം ഈ ഗ്രൗണ്ടിൽ കുടുംബത്തോടൊപ്പം ആഘോഷിക്കും. ഒരു ദിവസമെങ്കിലും മാറ്റിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ക്രിക്കറ്റല്ലേ, പിള്ളേർ വളരട്ടെ, ഉയർന്ന നിലയിലെത്തട്ടെ. നമുക്ക് IPL വലിയ ആവശ്യത്തോടെ കാണുമ്പോൾ അവർ അപ്പോൾ എത്ര പേരാണ്. ഇപ്പോൾ ആശ, സജിന, മിന്നുമണി. വനിതാ ക്രിക്കറ്റിലും വലിയ വളർച്ചയാണ്. നമ്മുടെ പിള്ളേരൊക്കെ വലിയ നിലയിലെത്തട്ടെ. അതിന് നമുക്കൂടെ പിന്തുണ കൊടുക്കണം. ഇപ്പോൾ ക്രിക്കറ്റ് അറിയാവുന്നവർക്ക് മാത്രമല്ല, ഇതൊരു ഉത്സവമാണ്, ആഘോഷമാണ്. ഓണത്തിന് അത്തത്തിന് മുന്നേ എത്തുന്ന ആഘോഷമാണ്. അത് ഓണക്കാലത്ത് തുടരും. നമ്മളത് എൻജോയ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വേദിയിലേക്ക് എത്തണം. നമസ്തേ, റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനും P ശശിക്കും സ്ഥാനചലനമില്ല. അജിത് കുമാറിന്റെ സ്ഥാനമാറ്റം ഒഴിവാക്കിയത് മുഖ്യമന്ത്രി. ADGP അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണം DGP അന്വേഷിക്കും. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു മുഖ്യമന്ത്രി. വിവാദ ഫോൺ വിളിയിൽ പത്തനംതിട്ട SP സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രം, പകരം പദവി നൽകിയില്ല. DGPക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം. സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഒഴിവാക്കി. VG വിനോദ് കുമാർ പുതിയ പത്തനംതിട്ട SP. മുഖ്യമന്ത്രി പിണറായി വിജയനും P ശശിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ലൈംഗികാരോപണത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ P ശശിയെ സംരക്ഷിച്ചത് പിണറായി വിജയനാണെന്നും BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. P ശശി കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനിരിക്കുന്നതിനിടയിലാണ് പുതിയ വിവാദങ്ങൾ. ലൈംഗിക പീഡന കേസിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നും വാദം കേൾക്കും. മുകേഷിനൊപ്പം മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളും കോടതി പരിഗണിക്കുന്നുണ്ട്. മുകേഷിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സിനിമാ മേഖലയിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകൾ CBIക്ക് കൈമാറണമെന്ന ആവശ്യം. തന്ത്രപരമായ കുറ്റവാളികളെ രക്ഷിക്കുന്ന തരത്തിലാണ് പോലീസ് അന്വേഷണമെന്നുമാണ് വാദം. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളിൽ വൻ സ്രാവുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങൾ. ലഹരിയിൽ നിറഞ്ഞാടുന്ന ചില റേവ് പാർട്ടികൾക്ക് പിന്നിലും മലയാള സിനിമയിലെ പ്രമുഖരുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കൊച്ചിയിലടക്കം പോലീസ് നേരത്തെ നടത്തിയ അന്വേഷണങ്ങൾ ചെറു സംഘങ്ങളെ കേന്ദ്രീകരിച്ചു മാത്രമായിരുന്നു. NCPയിലെ മന്ത്രിസ്ഥാനം വീതം വയ്ക്കൽ നടപ്പാക്കേണ്ടി വരുമെന്ന സൂചന. തോമസ് കെ തോമസിനും അവസരം നൽകണമെന്ന പക്ഷത്ത് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ. തോമസ് കെ തോമസുമായുള്ള തർക്കം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു വിവരം. സർക്കാർ ഓഫീസുകളിലെ പഞ്ചിംഗ് സംവിധാനം പരിഷ്കരിക്കുന്നതുവരെ ഫേസ് റെക്കഗ്നിഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന പഞ്ചിംഗ് രേഖപ്പെടുത്താൻ അനുമതി. പരിഷ്കരണത്തിനിടെ സെൻസറുകൾ പ്രവർത്തനരഹിതമാക്കാനുള്ള സാധ്യത ഉള്ളതിനാലാണ് പുതിയ തീരുമാനം. ചെറുകിട വൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ പ്രയോജനപ്പെടുത്തിയാൽ അമിത നിരക്കിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് ഒഴിവാക്കാം. പദ്ധതികൾക്ക് തടസ്സമാകുന്നത് അനാവശ്യ പരിസ്ഥിതിവാദങ്ങളാണെന്നും മന്ത്രി. പോലീസിന്റെ സ്വർണ്ണവേട്ടകളിൽ അന്വേഷണം പ്രഖ്യാപിച്ച കസ്റ്റംസിന്റെ തീരുമാനം കൊച്ചിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ. കരിപ്പൂർ കേന്ദ്രീകരിച്ച് പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് കേസുകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തിലെ ചുമതലപ്പെടുത്തും. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന ഓണം വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും.
സപ്ലൈകോ നൽകുന്ന സബ്സിഡി നിരക്കിലൂടെ ഓണക്കാലത്തുണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ ശക്തമായ വിപണി ഇടപെടലാണ് സംസ്ഥാന സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്നതെന്ന് ചെയർമാൻ എം മെഹബൂബ് പറഞ്ഞു. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള 1500 പ്രത്യേക കേന്ദ്രങ്ങളിലൂടെ സെപ്റ്റംബർ 7 മുതൽ 14 വരെയാണ് ഓണം വിപണി പ്രവർത്തിക്കുന്നത്. സപ്ലൈകോയുടെ ഓണച്ചന്തകൾ മറ്റന്നാൾ ആരംഭിക്കും. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന സൗജന്യ കിറ്റ് വിതരണം ഈ മാസം 9 തുടങ്ങും. മഞ്ഞ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കാണ് കിറ്റുകൾ നൽകുന്നത്. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് നൽകും. ഓണക്കാലത്തും ദുരിതമൊഴിയാതെ സംസ്ഥാനത്തെ ലോട്ടറി തൊഴിലാളികൾ ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ട് മാസങ്ങളായി. ഓണത്തിനെങ്കിലും സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതിയിൽ തീരുമാനമായില്ല. വള്ളംകളി ഈ മാസം 28 നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി കളക്ടർക്ക് നിവേദനം നൽകി. NDBR സൊസൈറ്റി യോഗം വിളിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നും കളക്ടർ. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ അമ്മ ആശയുടെ സുഹൃത്തായ രതീഷ് കുഞ്ഞിനെ വീട്ടിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. അതേസമയം ആശുപത്രി വിട്ട ആശ കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി രതീഷിനെ കൈമാറിയിരുന്നു എന്നാണ് വിവരം. അനാഥാലയത്തിൽ നൽകുമെന്ന് രതീഷ് പറഞ്ഞതായും ആശയുടെ. ചേർത്തലയിൽ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അമ്മയുടെ സുഹൃത്ത് ഒറ്റയ്ക്കാണോ, അമ്മയ്ക്ക് പങ്കുണ്ടോ എന്നടക്കം പോലീസ് അന്വേഷിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകി കേന്ദ്ര ജല കമ്മിറ്റിയുടെ തീരുമാനം കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിയിക്കുന്നതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതാണ് കേരളത്തിന്റെ നയം. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധനയുടെ ഭാഗമായിട്ട് വരുമെന്നും മന്ത്രി പറഞ്ഞു. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ കൊൽക്കത്തയിൽ പ്രതിഷേധം കനക്കുന്നു. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനയ് ഗോയൽ രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. കിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കാൻ പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായിരിക്കുകയാണ്. ബ്രൂണയും സിംഗപ്പൂരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. അല്പസമയത്തിന് മുൻപാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഘടനയെ അടിസ്ഥാനപ്പെടുത്തി 7 പ്രധാന പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ. ഡിജിറ്റൽ കൃഷി ദൗത്യം, ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായി വിളശാസ്ത്രം അടക്കമുള്ള പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. 2047 ഭക്ഷ്യസുരക്ഷയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മുഗൾ ഭരണാധികാരി അക്ബറിനെ പ്രശംസിക്കുന്ന അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കാനൊരുങ്ങി രാജസ്ഥാൻ സർക്കാർ. അധിനിവേശ ശക്തികളായ മുഗളന്മാരെയും ഇവിടുത്തെ രാജാക്കന്മാരെയും താരതമ്യം ചെയ്യുന്നത് രാഷ്ട്രത്തോട് ചെയ്യുന്ന പാപമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിൽവാർ പ്രതികരിച്ചു. ഛത്രപതി ശിവജി, VD സവർക്കർ എന്നിവരെ പറ്റി കൂടുതൽ അധ്യായങ്ങൾ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. വെള്ളപ്പൊക്കം രൂക്ഷമായ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇരു സംസ്ഥാനങ്ങളിലുമായി ഇതുവരെ 35 പേർക്ക് ജീവൻ നഷ്ടമായി. അടിയന്തര സഹായമെന്ന നിലയ്ക്ക് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേന്ദ്ര സർക്കാരിനോട് 2000 കോടി രൂപ സാമ്പത്തിക സഹായമായി ആവശ്യപ്പെട്ടു. അതേസമയം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബലാത്സംഗ കേസുകൾ കടുത്ത ശിക്ഷ ഉറപ്പാക്കാനൊരുങ്ങി ബംഗാൾ സർക്കാർ. ബിൽ നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അവതരിപ്പിക്കും. ബിൽ നടപ്പിലാക്കുന്നത് കൊൽക്കത്ത സംഭവത്തിലെ വീഴ്ച മറയ്ക്കാനെന്ന ആക്ഷേപം ശക്തമെന്ന് BJP. ബന്ദികളുടെ മോചനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നെതന്യാഹുവിന്റെ നടപടികൾ പോരായ്മയെന്ന് ജോ ബൈഡൻ പറഞ്ഞു. പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ വൈകുകയാണ്. പുതുക്കിയ വെടിനിർത്തൽ പദ്ധതി രേഖ അമേരിക്ക ഇസ്രായേലിന് നൽകാനിരിക്കെയാണ് ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത്. സ്വകാര്യ മേഖലയിൽ സ്വദേശീവൽക്കരണവുമായി ഖത്തറും. പുതിയ നിയമത്തിന് അമീർ ഷെയ്ഖ് തമീം ബിൻ
ഹാമിദ് അംഗീകാരം നൽകി. സ്വദേശികൾക്ക് ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഖത്തർ പൗരന്മാർക്ക് ജോലിക്കും പരിശീലനത്തിനും കൂടുതൽ സാധ്യതകൾ ഒരുക്കുന്ന നാഷണൽ മിഷന്റെ 2030 ഭാഗമായിട്ടാണ് നടപടി. ഒമാനിൽ സ്വദേശീവൽക്കരണം ശക്തമാക്കുന്നു. കൂടുതൽ വാണിജ്യ മേഖലകളിൽ വിദേശ നിക്ഷേപകർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഒമാൻ സർക്കാർ. നേരത്തെ ഉൾപ്പെടുത്തിയ വിസ വിലക്കുകൾ മൂലം മലയാളികൾ അടക്കം ആയിരങ്ങൾക്ക് ജോലി നഷ്ടമായി. ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ഒക്ടോബർ 16 തുടങ്ങും. ഗ്ലോബൽ വില്ലേജിന്റെ 29ാം സീസണിനാണ് തുടക്കമാകുന്നത്. 2025 മെയ് 11 വരെ ഗ്ലോബൽ വില്ലേജ് തുറന്നു പ്രവർത്തിക്കും. 6 മാസം നീണ്ടുനിന്ന് കഴിഞ്ഞ സീസണിൽ 1 കോടിയിലേറെ പേരാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശിച്ചത്. റാപ്പിഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. വീണ്ടും നമുക്ക് വാർത്തകളിലേക്ക് പോകണം. ഇന്നത്തെ പുത്തൻ പുലരിയുടെ അവസാന മിനിറ്റുകളാണ്. അപ്പോൾ വാർത്തകളിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ബന്ദികളുടെ ഭോജനത്തിനായി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യമായ നടപടികൾ എടുക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ വൈകുകയാണ്. പുതുക്കിയ വെടിനിർത്തൽ പദ്ധതി രേഖ അമേരിക്ക ഇസ്രയേലിന് നൽകാനിരിക്കെയാണ് ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പിച്ചിരുന്നു. ഐസൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ബൈഡൻ വീണ്ടും സജീവമാകുന്നത്, പ്രതികരിക്കുന്നത് വിഷയങ്ങളിലൊക്കെയും. ഐസൻ, എന്താണ് ബൈഡൻ പറഞ്ഞത്? ഇസ്രായേൽ വിഷയത്തിൽ ബൈഡന്റെ ശക്തമായ നിലപാട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഈ ബന്ദികളെ, അതായത് അന്ന് ഒക്ടോബർ 7 ആക്രമണം നടന്നതിന് ശേഷം ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെയും അതുപോലെ തന്നെ അക്കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന വിദേശ പൗരന്മാരുടെയും മോചനത്തിനായുള്ള കാര്യക്ഷമമായ ഇടപെടൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നില്ല എന്ന രൂക്ഷമായ ഒരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പദ്ധതി കൂടി, അതായത് അടുത്ത രീതിയിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആക്രമണമാണ് ഈ വിഷയത്തിൽ നടത്തേണ്ടത് എന്ന് സംബന്ധിച്ചും അതുപോലെ തന്നെ നയതന്ത്ര നീക്കങ്ങൾ സംബന്ധിച്ചുമുള്ള പദ്ധതി തയ്യാറാക്കാനിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നിലപാട് ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമാണിത്. കാരണം ഈ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ചില ചർച്ചകളെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ അതിന് അനുകൂല നിലപാട് അമേരിക്ക സ്വീകരിക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരായ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നുവെന്ന് തന്നെ വളരെ കൃത്യമായി അമേരിക്ക പറയുമ്പോൾ അതിൽ കുറെയൊക്കെ ഗൗരവമേറിയ അന്താരാഷ്ട്ര വിഷയമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യം കൂടുതൽ പരിശോധനാ വിധേയമാക്കേണ്ടി വരുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാടിലൂടെ വ്യക്തമാകുന്നതും. ശരി ഐസൻ. യെസ്, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമുക്ക് ന്യൂസ് അജണ്ടയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ശുഭദിനമായിരുന്നു. നിരവധി വാർത്തകൾ, അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, സ്പോർട്സ്, എൻ്റർടൈൻമെൻറ്റ് ഒക്കെ നമുക്കതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. യെസ്, അപ്പോൾ നമുക്ക് ന്യൂസ് അജണ്ടയിലേക്ക് പോകാം. രജനി, നമുക്ക് തിരുവനന്തപുരത്ത് ഇന്ന് എന്തൊക്കെ വാർത്തകളാണ് പ്രതീക്ഷിക്കുന്നത്? പ്രധാനമായിട്ടും ADGPയുടെ വിഷയം തന്നെയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സ്ഥാനചലനമില്ല എന്നടക്കമുള്ള വാർത്തകൾ, തുടർ വാർത്തകൾ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയൊക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. ഇനി പത്തനംതിട്ട SP സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രം ആണ് അതിൻ്റെ തുടർ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴയിലാകട്ടെ നവജാത ശിശുവിൻ്റെ മരണത്തിൻ്റെ തുടർ വാർത്തകൾ പ്രതീക്ഷിക്കുന്നു. അതിൽ അറസ്റ്റ്, ആരാണ് നവജാത ശിശുവിനെ കൊന്നത് ശരി, നമുക്കത് വലിയൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. പക്ഷേ സമയപരിമിതി കൊണ്ട് നമ്മൾ അടുത്ത വാർത്തയിലേക്ക് ഇത് മാറ്റുകയാണ്. മറ്റൊന്ന്, കൊച്ചിയിൽ നിന്ന് ലൈംഗിക പീഡന കേസിൽ മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും എന്നതാണ്. അപ്പോൾ നടന്മാരുടെ നിർണായക ഒരു ദിവസമാണ്. പിന്നെ ഹൈക്കോടതിയിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു പൊതു താൽപര്യ ഹർജി ഉണ്ടായിരുന്നു. അതും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസ്, പിന്നെ ഒന്ന് കസ്റ്റംസിന്റെ പോലീസ് അത് സജീവമാകുന്നുണ്ട്. ലഹരി ഇടപാട് കേസുകൾ സജീവമാകുന്നുണ്ട്. പിന്നെ SP ആയിരുന്ന സുജിത് ദാസിന്റെ സ്ഥാനചലനത്തോടുകൂടി മറ്റൊരുന്നുകൂടി വരുന്നു, സ്വർണ്ണവേട്ട. പോലീസിലെ സ്വർണ്ണവേട്ടകളിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് കസ്റ്റംസ്. ആ വാർത്തയും ഇന്ന് പ്രധാനമായും സജീവ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്,
കോഴിക്കോട് NCPയിലെ മന്ത്രിസ്ഥാനം വീതം വെക്കൽ, ഒരാൾക്ക് കൊടുത്താൽ മറ്റേയാൾ പിണങ്ങും, കൊടുത്തില്ലെങ്കിൽ ഇയാൾ പിണങ്ങും എന്ന അവസ്ഥയാണ്. ശശീന്ദ്രൻ MLA സ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണി. അപ്പോൾ AK ശശീന്ദ്രൻ അതിൽ വാർത്താസമ്മേളനം നടത്താൻ പോലും സാധ്യതയുണ്ട്. AK ശശീന്ദ്രനും TP രാമകൃഷ്ണനും MV ഗോവിന്ദനും ഒക്കെ ഇന്ന് കോഴിക്കോട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട്ട് നിന്ന് ആ വാർത്തകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ വാർത്തകളുണ്ട്. ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് പുറപ്പെട്ടു കഴിഞ്ഞു. മറ്റൊന്ന്, ബലാത്സംഗ കേസുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ബംഗാൾ നിയമസഭയിൽ നിന്ന് മമതാ ബാനർജി അവതരിപ്പിക്കും എന്ന വാർത്തയാണ്. വേറെയുമുണ്ട് ദേശീയ വാർത്തയായിട്ട്. വഖഫ് ബോർഡ് അഴിമതി കേസിൽ അമാനത്തുള്ള ഖാനെ 4 ദിവസം ED കോടതി കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അപ്ഡേഷൻസ് അടക്കം നമുക്ക് വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ വാർത്താ സമ്പന്നമായ ഒരു പകൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് തുടക്കമിടുന്നു പുത്തൻ പുലരി. ശരി, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഞങ്ങളെ പിന്തുടർന്ന, ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന മുഴുവൻ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. Thank you.